العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ സയ്യിദ് എം.എസ്. തങ്ങൾ അവരുടെ അഭിനന്ദരായ സയ്യിദ് കെ.പി. തങ്ങൾ, അബ്ദുൽ ഖാദർ മദനി ഉസ്താദ്, പി.എസ്. ഇബ്രാഹിം ഫൈലി ഉസ്താദ്, വേദിയിൽ ഇരിക്കുന്ന ഷുഐബ് തങ്ങൾ അടക്കമുള്ള മാസ്തിക്കുണ്ട് ശാഖ SKSSF-ന്റെ ഇവിടുത്തെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ അനുബന്ധ സംവിധാനങ്ങളുടെയൊക്കെ പ്രഗത്ഭരായ നേതാക്കന്മാരെ, മഹത്തുക്കളായ സഹോദര സഹോദരിമാരെ, 22 വർഷം കർമ്മനിരതമായ ഒരസ്തിത്വം സൃഷ്ടിച്ചെടുത്ത് 22ാം ആണ്ട് അതിന്റെ വാർഷികം ആഘോഷിക്കുകയാണ് മാസ്തികുണ്ട് ശാഖ SKSSF. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ അതിന്റെ 100ാം വാർഷികം കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ വെച്ച് ഈ വരുന്ന ഫെബ്രുവരി മാസം നടത്താനിരിക്കുമ്പോൾ 100 ആണ്ട് പിന്നിടുന്ന ഒരു മഹാവൃക്ഷത്തിന്റെ തണലിലിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു സൗഭാഗ്യം അത് കേരളീയ സമൂഹത്തിന് മാത്രമല്ല, നന്മയെ നെഞ്ചിലേറ്റുന്ന ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു വലിയ മഹാസമ്മേളനമായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് വിജയത്തിന്റെ ജൈത്രയാത്രകൾ തുടരാൻ അല്ലാഹു ഇനിയും ഒരുപാട് തൗഫീഖ് നൽകട്ടെ. മൺമറഞ്ഞുപോയ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഗുണകാംക്ഷികളും സഹായികളും മുഹബ്ബീങ്ങളുമായ എല്ലാ മുഅ്മിന മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. നമുക്കൊക്കെ അല്ലാഹുവിന്റെ ദീനിന് അഹ്ലുസുന്ന വൽ ജമാഅത്തിന് നമ്മുടെ ഈമാൻ നമ്മുടെ ഹൃദയങ്ങളിൽ തെളിഞ്ഞു നിൽക്കാൻ കാരണമായേക്കാവുന്ന ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളുടെയൊക്കെ ഭാഗമാകാം. ആ വെളിച്ചത്തിൽ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ യഥാമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഒരു മഹാത്ഭുതം നടന്ന ചരിത്രരേഖകളിൽ മനുഷ്യ സംസ്കാരം തുടങ്ങിയിടം മുതൽ ഇന്നേ വരെ മനുഷ്യന് കാണാനോ കേൾക്കാനോ അറിയാനോ സാധിച്ച അത്ഭുതങ്ങളെ മുഴുവനും പിറകിലാക്കി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യരുടെ മുമ്പിൽ ഇനി ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം ഇത് ഞങ്ങളെ കൊണ്ട് സാധ്യമല്ലെന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്ന വലിയൊരു മുഅ്ജിസത്തിന്റെ വാർഷികം കൂടിയാണ് ഈ റജബ് മാസം ലോക മുസ്ലിമീങ്ങൾ ആചരിക്കുന്നത്. ആകാശത്തേക്ക് നോക്കുമ്പോ നമ്മൾ കാണുന്ന നക്ഷത്ര സമൂഹം മാക്സിമം 5 ലക്ഷം നക്ഷത്രങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ മേലോട്ട് നോക്കിയാൽ ഇരുൾമുറ്റിയ രാത്രികളിൽ കാണാൻ കഴിയുള്ളൂ. മാക്സിമം അതും ആ നക്ഷത്രങ്ങളുടെ രൂപമോ അവയുടെ വലുപ്പമോ നമ്മൾ കാണുന്നില്ലെന്ന് മാത്രമല്ല, അവകളിൽ
ജീവൻ നഷ്ടപ്പെട്ടു പോയ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ, പ്രകാശം മാത്രം ബാക്കിയാക്കി മൺമറഞ്ഞു പോയ ഡാർക്ക് മാറ്ററുകൾ എന്ന് പറയുന്ന നക്ഷത്രങ്ങളുടെ മരണം സംഭവിച്ചതിന് ശേഷം പോലും ആ പ്രകാശം നമുക്ക് കാണാൻ ഇടവരുന്നു. ഒരുപക്ഷെ നമ്മളെ കാണുന്ന നക്ഷത്രം, അതിൻ്റെ പ്രകാശമേ നമ്മൾ കാണുന്നുള്ളൂ. ആ നക്ഷത്രത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അപ്രത്യക്ഷമായി കാണുമെന്നാണ്. അത്രയും വിശാലമായ അള്ളാഹുവിൻ്റെ ഒരു ലോകമാണിത്. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും പരിശുദ്ധമായ അനുഭവത്തിൽ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആകാശ ലോകങ്ങളെ മുഴുവനും മറികടക്കുന്ന ഒരു മഹാത്ഭുതം അള്ളാഹു ഹബീബിനെ കൊണ്ട് ചെയ്തു എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ശാസ്ത്രത്തിനോ അതിനപ്പുറത്തുള്ള മനുഷ്യന്റെ എന്ത് സംവിധാനത്തിന് പോലും അവകാശപ്പെടാൻ കഴിയാത്ത അത്രയും വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 400 ബില്യൺ നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ. 400 ബില്യൺ. 10 ലക്ഷമാകുമ്പോൾ നമ്മളതിനെ മില്യൺ എന്ന് പറയും. ഒരു 100 മില്യൺ ആകുമ്പോൾ ബില്യൺ എന്ന് പറയും. അങ്ങനത്തെ 400 ബില്യൺ നക്ഷത്ര സമൂഹങ്ങൾ കൂടിയതാണ് നമ്മുടെ താരസമൂഹം എന്ന് പറയുന്ന മിൽക്കി വേ, എന്ന് പറയും, ക്ഷീരപഥം എന്ന് പറയുന്ന താരസമൂഹം. 400 ബില്യൺ നക്ഷത്രങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. ആ ഓരോ നക്ഷത്രത്തിനും സൂര്യന് ചുറ്റും ഭൂമിയും യുറാനസും നെപ്റ്റ്യൂണും ജൂപ്പിറ്ററും ഒക്കെ കറങ്ങുന്ന പോലെ ഗ്രഹങ്ങളുള്ള നക്ഷത്രങ്ങളുണ്ട് ഒരുപാട്. ആ ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളുണ്ട്, ഭൂമിക്ക് ചന്ദ്രനുള്ളതുപോലെ. നക്ഷത്രങ്ങളുടെ എണ്ണം മാത്രം 400 ബില്യൺ 400 ബില്യൺ നക്ഷത്രങ്ങൾ ഈ ഒരൊറ്റ താരപഥത്തിൽ. അങ്ങനത്തെ 200 ട്രില്യൺ താരസമൂഹങ്ങളുള്ള ലോകമാണത്രേ അള്ളാഹുവിൻ്റെ ലോകം. ആലോചിച്ച് നോക്കി, എത്രയാണതിൻ്റെ വലുപ്പം, എത്രയാണതിൻ്റെ വലുപ്പം. 1,00,000-ലേറെ ഭൂമികളെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചാലും സൂര്യന്റെ ഉള്ളിൽ സ്ഥലം ബാക്കിയാണ്. സൂര്യൻ എടുത്തിട്ട് ഒരു തോടായി ഒരു പന്ത് പോലെ സങ്കല്പിച്ചാൽ നമ്മുടെ ഭൂമി പോലോത്ത 1,00,000 ഭൂമികൾ അതിനുള്ളിൽ വെച്ചാലും വീണ്ടും സ്ഥലം ബാക്കിയായിരിക്കുന്ന അത്ര വലിയ സാധനമാണ്. വശംസി വദുഹാഹ, സൂര്യനെ തന്നെയാണ് സത്യം, അതിൻ്റെ പ്രഭയെ തന്നെയാണ് സത്യം എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. والسماء بنيناها بأيد وإنا لموسعون. ഇന്നലെ നിന്നിടത്തല്ല ഇന്ന് നക്ഷത്രങ്ങളുള്ളത്. ഇന്നലത്തേതിനേക്കാളും നക്ഷത്രം ഒന്ന് മറ്റൊന്നിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണത്രേ. എങ്ങോട്ടാണ് വികസനം അവസാനിക്കുന്നത് എന്നറിയാൻ കഴിയാത്ത വിധം ഓരോ സെക്കൻഡിലും നക്ഷത്രങ്ങൾ ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നുവത്രേ. ശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ തല ഉയർത്തിയാൽ നിങ്ങൾക്ക് മേലോട്ട് നോക്കാൻ കാണുന്ന ഒരു ലോകം. ആ ലോകം കുല്ലുമാ സമാ വഅല, നിങ്ങൾക്ക് മുകളിൽ കിടക്കുന്ന ഉപരിമണ്ഡലം. നമ്മൾ നോക്കുമ്പോൾ നീല നിറമാണ്. ഭൂമിയുടെ മണ്ഡലത്തിൽ സൂര്യപ്രകാശങ്ങൾക്ക് വികിരണം സംഭവിക്കുമ്പോൾ അവിടെ നീല നിറമായി കാണപ്പെടുന്ന സത്യം തന്നെയാണ്. പക്ഷേ ഭൂമിയുടെ ഭൗമാന്തരീക്ഷത്തിന്റെ പുറത്തേക്ക് പോയാൽ ആകാശത്തിന് കറുപ്പ് നിറമാണത്രേ. നമ്മൾ പകല് കാണുമ്പോൾ ഭൂമിയിൽ ഭയങ്കര വെളിച്ചമാണ്, പക്ഷെ സ്പേസിൽ ഈ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം കാണപ്പെടുന്നില്ലെന്നാണ്. അത്ര വലിയ അത്ഭുതമാണ്. ഭൂമിക്കുള്ളിലേക്ക് ഈ വെളിച്ചം കാണുന്നുള്ളൂ, ഭൂമിക്ക് പുറത്ത് ഇരുട്ടാണ്.
ഘനീഭവിച്ച ഇരുട്ടാണ്. ദുലുമാത്തും ബഅ്ദുഹാ ഫൗഖ ബഅദ്. മനുഷ്യൻ പരിചയപ്പെടുന്ന ഈ ഭൂമിയുടെ കടലായ കടലുകളുടെ ഓരങ്ങളെ നമ്മളൊന്ന് സങ്കല്പിക്കുക. ബീച്ചുകളായ ബീച്ചുകൾ, തളങ്കരയും ബേക്കലും കുമ്പളയും മാത്രം കണ്ടാൽ പോരാ. ലോകത്ത് അറ്റ്ലാന്റിക്കിൻ്റെയും അതുപോലെ തന്നെ പസഫിക്കിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ഒക്കെ ചുറ്റുവട്ടങ്ങളിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് ദ്വീപുകളുടെ ബീച്ചുകളടക്കം ഒന്ന് സങ്കല്പിച്ചു നോക്കുക. ഇവിടെയൊക്കെ എത്ര മണൽത്തരികൾ ഉണ്ടാകുമെന്ന് സങ്കല്പിച്ചു നോക്കൂ. എത്ര മണൽത്തരികൾ ഉണ്ടാകും. നമ്മൾ മരിക്കോളം എണ്ണിയാൽ നമ്മുടെ തൊട്ടടുത്തുള്ള കാസർഗോഡ് അല്ലെങ്കിൽ തളങ്കരയിലോ അല്ലെങ്കിൽ അങ്ങ് ബേക്കലിലോ അങ്ങ് കാഞ്ഞങ്ങാടോ കടപ്പുറത്തോ എവിടെയെങ്കിലുമുള്ള ഒരു ബീച്ചിലെ മണൽത്തരികളെ എണ്ണി തിട്ടപ്പെടുത്താൻ ആയുസ് മുഴുവൻ ചെലവഴിച്ച എണ്ണി തീരുമോ? മനുഷ്യനെ കൊണ്ട് കഴിയോ? ലോകത്തുള്ള എല്ലാ ബീച്ചുകളും എടുത്ത് അതിലുള്ള മണൽത്തരികളുടെ എണ്ണം നിങ്ങളൊന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ലോകത്ത് there are stars in the sky as many as the grains of sands on the beaches of the earth. ഭൂമിയിൽ കിടക്കുന്ന സമുദ്രങ്ങളുടെ ഓരങ്ങളിൽ കിടക്കുന്ന ബീച്ചുകളിൽ കിടക്കുന്ന മണൽത്തരികളുടെ എണ്ണത്തിനനുസരിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളുണ്ടെന്ന് പറയുന്നത് സയൻസാണ്. അപ്പൊ എന്താണ് ആകാശലോകം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി അല്ലാഹു പറയാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലഖദ് സയ്യന്ന السماء الدنيا بمصابيح ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين. ഒന്നാം ആകാശത്തെ സമാഉദ്ദുന്യയെ, ഒന്നാം ആകാശത്തെ നാം നക്ഷത്രങ്ങളെന്ന് പറയുന്ന വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. ഭൂമിയിലെ ബീച്ചുകളായ ബീച്ചുകൾ, മരുഭൂമികളായ മരുഭൂമികളിൽ കിടക്കുന്ന മണൽത്തരികളുടെ എണ്ണത്തിനനുസരിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട് എന്ന് സയൻസ് പറഞ്ഞു തരുമ്പോഴേ വിശുദ്ധ ഖുർആൻ ഒരു അടിവരയിട്ട് കൊടുക്കുകയാണ്. ഈ നക്ഷത്രങ്ങളെല്ലാം കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. അപ്പൊ 2, 3, 4 എത്തിയിട്ടില്ല, ഒന്നിനെ തീർന്നിട്ടില്ലല്ലോ, ഒന്ന് തീർന്നിട്ടില്ല. ഇതൊക്കെ കിടക്കുന്നത് ഒന്നാം ആകാശത്തിന്റെ താഴെയാണ്. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ. ആകാശത്തിന് അലങ്കാരമായി സംവിധാനിച്ചതുപോലെ മനുഷ്യരെ പഴപ്പിക്കാൻ വരുന്ന പിശാചുക്കളെ എറിഞ്ഞോടിക്കാൻ വേണ്ടിയും ആകാശത്തെ മീറ്റിയോറുകൾ അടക്കമുള്ള പടച്ചതമ്പുരാന്റെ സൃഷ്ടികളെ അള്ളാഹു ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് പരിചയപ്പെടുത്തുന്നത് സൂറത്തുൽ മുൽക്കിൽ. അള്ളാഹുവിന്റെ അധികാരം പറയുന്ന സൂറത്താണത്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവനായ അള്ളാഹു ഈ നിമിഷം നക്ഷത്രങ്ങൾ പിറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര ജീവജാലങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര സസ്യങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര ജന്തുജാലങ്ങൾ, പ്രാണികൾ, എത്ര പക്ഷികൾ, എത്ര മത്സ്യം ജന്മം കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പടച്ചതമ്പുരാന്റെ ആകാശഭൂമികളെയൊക്കെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്, പ്രപഞ്ചമുണ്ടാക്കുന്നതിന്റെ മുമ്പ് എവിടെയായിരുന്നോ പടച്ചവൻ, അവിടെ തന്നെയാണ് അള്ളാഹു. അവന്റെ സൃഷ്ടികളുടെ ബാധകമല്ല, സൃഷ്ടിയുടെ ഭാഗമല്ല റബ്ബ്. അതുകൊണ്ടാണ് റഹ്മാനു അലൽ അർശി ഇസ്തവാ, കാരുണ്യവാനായ പടച്ചവൻ അല്ലാഹു അവന്റെ അർശിൽ അധിപനായിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഇസ്തിവാഉൻ യലീഖു ബിഹി, ഒരു മനുഷ്യൻ കസേരയിൽ ഇരിക്കുന്നത് പോലെ
ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ഒരു അബിദിന്റെയോ ഒരു ഖൽഖിന്റെയോ ഒരു സൃഷ്ടിപ്പിന്റെയോ രൂപത്തിലോ ഭാവത്തിലോ അള്ളാഹുവിന്റെ ഇസ്തിവാഇനെ കുറിച്ച് ചിന്തിക്കുക പാടുള്ളതല്ല. എന്തുകൊണ്ട്? ലൈസ കമിഥിലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലോത്തത് പടച്ചതമ്പുരാനോട് തുലനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒന്നുമേ ഇല്ല എന്ന് അള്ളാഹു പറയുന്ന ആയത്ത് വെച്ച് വേണം ഈ ആയത്തുകളൊക്കെ വ്യാഖ്യാനിക്കാൻ. നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുപോലെയുമല്ല അള്ളാഹു. കുന്തു കൻസൻ മഖ്ഫിയൻ, ഞാൻ അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു, ആരും എന്നെ അറിഞ്ഞിരുന്നില്ല എന്ന് അള്ളാഹു പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. കുൻബിനോളം അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ നാവിലൂടെ, നിങ്ങളുടെ ചുണ്ടുകളിലൂടെ വരുന്ന തസ്ബീഹ് അറിയാൻ ഈ കോടിക്കണക്കിന് ദൂരം വരുന്ന പ്രപഞ്ചത്തിന്റെ ഡയാമീറ്ററുകൾ കടന്നു പോകേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ ഇൽമിലും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിലും അവനവൻ്റെ സൃഷ്ടികളോടൊപ്പമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ദാത്ത് എന്ന് പറയുന്ന, പടച്ചതമ്പുരാൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ദാത്ത് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തേക്കോ ഒരു കാലത്തേക്കോ ബന്ധിപ്പിക്കുക സാധ്യവുമല്ല. ആ ജല്ല ജലാലുവാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു സ്ഥാനത്തേക്ക് റബ്ബ് തആല നബി തങ്ങളെ വിളിച്ചു വരുത്തിയതാണ് ഇസ്രാ മിഅ്റാജിന്റെ യാത്രയുടെ ഏറ്റവും അത്ഭുതം. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, റബ്ബി അരിനീ അൻദുർ ഇലൈക്, അല്ലാഹുവേ നിന്നെ നീ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ ചോദ്യം ഒരു പ്രവാചകന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. നിന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്നല്ല മൂസ നബി പറയുന്നത്, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറയുക മാത്രമല്ല മൂസ നബി ചെയ്തത്. റബ്ബി, സീനാ പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിൽ കിടക്കുന്ന തുവാ എന്ന് പറയുന്ന പരിശുദ്ധമായ താഴ്വാരത്ത് നിന്നുകൊണ്ട് ഇന്നത്തെ സീനാ മരുഭൂമിയുടെ ഏകദേശം ഫലസ്തീനിലേക്ക് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗം, അവിടെ നിന്ന് ഫലസ്തീനിലേക്ക് ഒരു 100-200 കിലോമീറ്ററേ കാണൂ ഫലസ്തീൻ ബോർഡറിലേക്ക്. അവിടെ നിന്ന് ഈജിപ്തിൻ്റെ ഖൈറോവിലേക്ക്, സൂയസ് കനാലിലേക്ക് വീണ്ടും ഒരു 600 കിലോമീറ്റർ യാത്ര ചെയ്യണം. സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചു എന്ന് പറയുന്ന ആ മഹത്തായ മലനിരകൾ കിടക്കുന്ന ഒരു പ്രത്യേകമായ ശാന്തമായ ഒരു പ്രദേശമാണ്. ഇപ്പോഴും അവിടെ അങ്ങനെയാണ്. ജനവാസങ്ങൾ അധികമില്ല. പട്ടാളക്കാരെ കാണും, കോൺവോയികൾ കാണും, മണൽ ചാക്കുകൾ നിറച്ചു വെച്ച് തോക്കുകളുമായി നിലകൊള്ളുന്ന 100 കണക്കിന് ജവാന്മാർ, പട്ടാളക്കാർ ഇന്നും സീനാ മരുഭൂമിയിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. അത്ര വലിയൊരു സ്ട്രാറ്റജിക്കൽ പൊളിറ്റിക്കൽ റീജിയൻ ആണത്. ഇരിക്കട്ടെ. റബ്ബി അല്ലാഹുവേ, നിന്റെ സംസാരം ഞാൻ കേൾക്കുന്നു റബ്ബേ, എനിക്ക് നിന്നെയൊന്ന് കാണണം എന്ന ആഗ്രഹം വന്നപ്പോ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. റബ്ബി, എൻ്റെ രക്ഷിതാവേ, അരിനീ, നീ നിന്നെ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ, അൻദുർ ഇലൈക്, എനിക്ക് നിന്നെയൊന്ന് നോക്കാമായിരുന്നു. വെറുതെ എനിക്ക് നോക്കാൻ കഴിയില്ലെന്നറിയാം, നിന്നെ അങ്ങനെ കാണാൻ കഴിയില്ലെന്നും എനിക്കറിയാം റബ്ബേ. പക്ഷേ നീ എങ്ങാനും നിന്നെ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് കാണാൻ കഴിയുമല്ലോ. കാരണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. ഒരു കണ്ണിനെ കൊണ്ടും കണ്ടെത്താൻ കഴിയാത്തവൻ, കണ്ണുകളെ കൊണ്ട് തേടിപ്പിടിക്കാൻ കഴിയാത്തവൻ, എന്നാൽ കണ്ണുകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനായ അല്ലാഹു. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. Eyes can't reach him. കണ്ണുകൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. വഹുവ യുദ്രികുൽ അബ്സാർ, but Allah, he is the one controlling the eyes. കണ്ണുകളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. കാണാത്തതിനെ കാണിച്ചു കൊടുക്കാനും കണ്ടുകൊണ്ടിരിക്കുന്നതിനെ കാണാതെയാക്കാനും കഴിവുള്ളത് അല്ലാഹുവാണ്. ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനത്തെ
കാണാതെയാക്കി തരാൻ അള്ളാഹ്ക്ക് കഴിയും. നമ്മൾ കാണാത്തതിനെ കാണിച്ചു തരാനും അള്ളാഹ്ക്ക് കഴിയും. വഹുവൽ ലതീഫുൽ ഖബീർ. He is the subtle and he is the all knowing. എല്ലാം അറിയുന്ന, അതിസങ്കീർണമായതും അറിയുന്നവനാണ് ലത്തീഫായ അല്ലാഹു ജല്ല ജലാലു. അങ്ങനെയാണ് ഖുർആൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് റബ്ബേ, നിന്നെ എനിക്ക് കാണിച്ചു തന്നാൽ എനിക്ക് നിന്നെ കാണാൻ പറ്റും. അതുകൊണ്ട് നീ എനിക്ക് നിന്നെ കാണിച്ചു തരണം, അപ്പോഴേ എനിക്ക് കാണാൻ കഴിയുള്ളൂ. റബ്ബി അരിനി അൻദുർ ഇലൈക്. അദബുൻ മിൻ സയ്യിദിന മൂസ അലൈഹിസ്സലാം. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് കാണിക്കുന്ന അദബാണത്. ഞാൻ നോക്കട്ടെ, അങ്ങനെയല്ല, നീ എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ എനിക്ക് കാണാമല്ലോ. കാരണം കണ്ണുകളെ നിയന്ത്രിക്കുന്നത് നീയാണ്, മനസ്സുകളെ നിയന്ത്രിക്കുന്നത് നീയാണ്. മനുഷ്യ ഹൃദയങ്ങൾ അങ്ങനെയാണ്. എനിക്ക് സൗണ്ട് ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. ലാ തുദ്രികുഹുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. സലാം നിങ്ങൾ മാക്സിമം നോക്കി. അല്ലാഹു ജല്ല ജലാലുവിന്റെ മഹത്തായ ഖുദ്റത്തിനെ മനസ്സിലാക്കി തരുന്ന ഒരു ചോദ്യം. അതുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിലാവുള്ള രാത്രിയിൽ സ്വഹാബിമാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ടവരോട് ചോദിക്കുകയാണ്. അന്ന് പരിശുദ്ധമായ ആ രാവിൽ പൂനിലാവ് ഉദിച്ചു നിൽക്കുകയാണ്, പൂർണ്ണചന്ദ്രൻ. നബി ചോദിച്ചു, ഹൽ തുളാറൂന ഫീ റുയത്തിൽ ഖമർ ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ ഈ പൂർണ്ണചന്ദ്രനെ കാണാൻ സ്വഹാബികളെ, നിങ്ങൾ ആർക്കെങ്കിലും തിക്കും തുരക്കും കൂടേണ്ടതുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും മറയുണ്ടോ? ഇന്നാൾ മാറി നിൽക്കട്ടെ, എന്നിട്ട് എനിക്കൊന്ന് കാണണം. അയാളൊന്ന് നീങ്ങട്ടെ, അയാളൊന്ന് ഇരിക്കട്ടെ, എന്നിട്ട് എനിക്കൊന്ന് കാണണം. അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല നബിയേ, ഞങ്ങൾ ഇങ്ങനെ നോക്കിയാൽ കാണുന്നില്ലേ? ഞങ്ങൾ ഓരോരുത്തർക്കും കാണാൻ പറ്റുന്നില്ലേ? കാണുന്നുണ്ടല്ലേ? എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്നകും സതറൗന റബ്ബകും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. ഈ 14-ാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ ഒരു തിക്കും തിരക്കും കൂടാതെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പോലെ നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ ഒരു തിരക്കും കൂടാതെ നാളെ മഹ്ശറയിൽ വെച്ച്, ആഖിറത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ റബ്ബ് നിങ്ങൾക്ക് കാണിച്ചു തരും. ആ കാഴ്ചയാണ് സ്വർഗലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? അവിടുത്തെ ഹൂറികളോ, അവിടുത്തെ ഭക്ഷണമോ, അവിടുത്തെ സൂഖുൽ ജുമുഅയോ ഒന്നുമല്ല. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണലാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ദുനിയാവിലെ മനുഷ്യൻ്റെ കണ്ണാണ് മനുഷ്യനെ ആസ്വദിപ്പിക്കുന്നത്, അല്ലേ? കണ്ണാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ആസ്വദിപ്പിക്കുന്നത്. അതുകൊണ്ടേ കുട്ടികളെ ഈ മൊബൈൽ അഡിക്ഷൻ വരാൻ കാരണം. ടി വി ആണെങ്കിലും സ്ക്രീനാണെങ്കിലും മൊബൈലാണെങ്കിലും നമ്മുടെ കണ്ണാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ കണ്ണാണ് ആസ്വദിക്കുന്നത്. കണ്ണിൻ്റെ ആസ്വാദനമാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ആസ്വാദനമായി മാറുന്നത്, അല്ലേ? അല്ലേ മസൂദ് സാഹിബ്? അങ്ങനെയല്ലേ? പുതിയ മൊബൈലെല്ലാം വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പം അതിങ്ങ് നോക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി, അതിൽ വരുന്ന വീഡിയോ, അതിൽ വരുന്ന പിക്ചർ, ഇത് കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷം വരുന്നില്ലേ? അപ്പം നമ്മൾ നോക്കുന്നത് എവിടെ? നമ്മുടെ ഏത് ഓർഗാനാണ് വർക്ക് ചെയ്യുന്നത്? കണ്ണാണ്, കാഴ്ചയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തിന്നുന്നുണ്ട്, നമ്മൾ നടക്കുന്നുണ്ട്, കയ്യും കാലും മണക്കുന്നുണ്ട്, അത്രയൊക്കെ ഉണ്ടെങ്കിൽ മണക്കുന്നുണ്ടാകും, കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്താ? നമ്മുടെ കണ്ണുകളാണ്, അല്ലേ? അല്ലേ? സംശയമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എന്താ? നമ്മുടെ കണ്ണല്ലേ? സ്വർഗലോകത്തിൻ്റെയും ഏറ്റവും വലിയ ആസ്വാദനം ഈ കണ്ണുകൾക്ക് പടച്ചതമ്പുരാനെ അള്ളാഹു കാണിച്ചു തരുന്നു എന്ന് പറയുന്ന മഹാത്ഭുതമാണ്. അത് ദുനിയാവിൽ നടക്കൂല എന്ന് മുസനബിക്കറിയാം, എല്ലാ അമ്പിയായിനും അറിയാം. അതുകൊണ്ട് മുസനബി ഒരു ചോദ്യം ചോദിച്ചു, റബ്ബേ, വേണമെങ്കിൽ നിന്നെ എനിക്ക് കാണിച്ചു തരാൻ കഴിയുമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ അസലിയായ ആ ഒരു തീരുമാനത്തിൽ മാറ്റൊന്നും വരുത്തിയില്ല. റബ്ബ് തആല പറഞ്ഞു, ലൻ തറാനി, മുസനബിയെ,
ഈ ദുന്യാവിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കാണുക ഒരിക്കലും സാധ്യമല്ല. മുത്തനബി കൊണ്ടുപോയി അല്ലാഹു. ഇസ്രാ കഴിഞ്ഞ് മിഅ്റാജ്, ആ യാത്രയിൽ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിനെ കണ്ടുവോ ഇല്ലയോ ഉലമാഇന്റെ ഇടയിൽ ചർച്ചയാണ്, സ്വഹാബികൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കണ്ടു. പക്ഷെ ഒരു വിഭാഗം പറഞ്ഞു ഹൃദയത്തിന്റെ ഖൽബിന്റെ കണ്ണുകൊണ്ടാണ് കണ്ടത്. ചില സ്വഹാബിമാർ ഇബ്നു അബ്ബാസ് തങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞു അല്ല, കണ്ടു എന്നത് മുഖത്തെ കണ്ണുകൊണ്ട് തന്നെയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു അല്ല, അത് ഖൽബിന്റെ കണ്ണുകൊണ്ടാണ് കണ്ടത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടു എന്നത് സാധ്യമായി എന്നതിൽ തർക്കമില്ല. കണ്ടത് മുഖത്തെ കണ്ണുകൊണ്ടാണോ ഖൽബിന്റെ കണ്ണുകൊണ്ടാണോ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന കാരുണ്യവാനായ അല്ലാഹു, പരിശുദ്ധരായ ഹബീബായ ലോകത്തിന്റെ ഗുരു അർ-റഹ്മത്തുൽ മുഹ്ദാ, കാരുണ്യമായി കരുണയായി ഒരു സമ്മാനമായി പടച്ചതമ്പുരാൻ മനുഷ്യരാശിക്കു നൽകിയ ലോകത്തിന്റെ ഗുരു നമ്മുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 7 ആകാശങ്ങളുടെയും പരിധികൾ കടന്ന് വലിയൊരു യാത്ര ചെയ്യിപ്പിച്ച് മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ഒരു മഖാം, ഒരു സ്ഥാനം അല്ലാഹു തെരഞ്ഞെടുത്ത് ആ സ്ഥാനത്ത് വെച്ച് റബ്ബ് തആലയെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുമായി ലിഖാ ചെയ്തു എന്ന് പറയുന്നത് പോലും നമ്മുടെ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിക്കുക സാധ്യമല്ല. ഇത് മുഅ്ജിസത്താണ്. അല്ലാഹു സ്ഥലങ്ങൾക്ക് അതീതനാണല്ലോ, സ്ഥലകാലങ്ങൾക്ക് അതീതനാണല്ലോ. അങ്ങനെയാണെങ്കിൽ മഖ്ലൂഖിന്റെ ഒരു സിഫത്തിൽ നിൽക്കുന്ന ഹബീബായ നബി തങ്ങൾ ഖാലിഖിന്റെ മുതത്വല്ലബാത്തുകളെ, റിക്വയർമെന്റുകളെ എങ്ങനെ മീറ്റ് ചെയ്തു എന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അതിനെ മുഅ്ജിസത്ത് എന്ന് പറയാൻ കാരണം. ഇത് മുഅ്ജിസത്താണ്. ചില വിഷയങ്ങൾ അങ്ങനെയാണ്. അൽ-ഇസ്തിവാഉ മഅലൂം, അൽ-കൈഫു മഅലൂം, വൽ-കൈഫു മജ്ഹൂൽ, വൽ-ഈമാനു ബിഹി വാജിബുൻ, വസ്സുആലു അൻഹു ബിദ്അഹ്. മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു വറഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ മാലിക് ഇബ്നു അനസ് തങ്ങളുടെ വളരെ വിഖ്യാതമായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. രാജാക്കന്മാരുടെ അധികാരത്തിന്റെ സിംബലാണ് അർശ് എന്ന് പറയുന്നത്, സിംഹാസനം, ത്രോൺ. അർ-റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹു, അലൽ അർശ് ഇസ്തവ എന്ന ആയത്തിനെ വ്യാഖ്യാനിക്കുക പ്രയാസമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലത്. ഐ ഇസ്തൗല, അല്ലാഹുവിന്റെ അധികാരം, പടച്ചതമ്പുരാന്റെ അധികാരത്തിന്റെ സിംബലായി അർശിനെ അല്ലാഹു തആല പരിചയപ്പെടുത്തുമ്പോഴും ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരുന്നത് പോലെ എന്ന് അല്ലാഹുവിനെ കുറിച്ച് വിചാരിക്കുക പാടുള്ളതല്ല. എന്നിട്ട് ഇമാം മാലിക് എന്നവർ പറഞ്ഞു അൽ-ഇസ്തിവാഉ മഅലൂം. നമ്മളിപ്പോ ഇരിക്കുന്നത് ഫുലാനുൻ ഇസ്തവ അലൽ കുർസി, ഒരാള് ഒരു കസേരയിൽ മര്യാദക്ക് ഇരുന്നു, അതാണ് ഇസ്തവ. അപ്പൊ ഇസ്തിവാ എന്ന് പറയുന്നത് ആ വാക്ക് നമുക്ക് പരിചയമുണ്ട്. അൽ-ഇസ്തിവാഉ മഅലൂം, നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ വൽ കൈഫ്, എങ്ങനെയാണ് അല്ലാഹു അവന്റെ അർശിൽ ഇസ്തിവാ ചെയ്തത്, മജ്ഹൂലുൻ, നമുക്കറിയൂല. അത് നമുക്കറിയൂല. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന വാക്കാ. പക്ഷെ അല്ലാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ, nothing and no one, nothing can be compared to Allah. ഒന്നും അല്ലാഹുവിലേക്ക് നമുക്ക് ചേർത്തി പറയുക സാധ്യമല്ല. നമ്മൾ അറിയുന്നത് സൃഷ്ടിപ്രപഞ്ചം മാത്രമാണ്. വൽ ഈമാനു ബിഹി വാജിബ്, അല്ലാഹു അർശിൽ ഇസ്തിവാ ചെയ്തു എന്ന് പറയുന്ന ആയത്തിനെ അത് അല്ലാഹുവിന്റെ കലാമാണെന്നും ആ ആശയം എനിക്ക് മനസ്സിലായില്ല റബ്ബേ, പക്ഷെ അതിനൊരു ആശയമുണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അഹ്, അതെങ്ങനെയാണ്, എങ്ങനെയായിരിക്കും, എന്നാലും എങ്ങനെയായിരിക്കും, ഈ ചോദ്യം ബിദ്അത്താണ്, പാടില്ലെന്ന് മഹാനായ മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അൽ അജ്സു അനിൽ ഇദ്റാകി ഇദ്റാകു,
അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ച് പരിപൂർണമായി നമുക്ക് ഉൾക്കൊള്ളുക സാധ്യമല്ല എന്ന് വിശ്വസിക്കൽ, അതാണ് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കൽ. ഇങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പരിപൂർണ അർത്ഥത്തിൽ എന്നെ കൊണ്ട് സാധ്യമല്ലെന്ന് മനസ്സിലാക്കൽ ഈമാനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ മസ്തൂർ സാഹിബ്, നിങ്ങൾ ഇവിടെ അല്ലേ? അല്ലാഹു തആലയെ സംബന്ധിച്ച് പരിപൂർണമായും റബ്ബ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക എന്നെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കൽ, അതാണ് അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കൽ. ക്ലിയർ അല്ലേ? ഇതുപോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ മാത്സ് പഠിക്കുന്ന ഒരു കുട്ടിയെ സങ്കല്പിച്ച് നോക്കുക. മാത്തമാറ്റിക്സ് അല്ലേ, കണക്ക് പഠിക്കൂലേ? ആ കുട്ടിക്ക് എൻജിനീയറിങ്ങിൽ മക്കൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ തൻ്റെ ഉസ്താദ്, തൻ്റെ ടീച്ചർ കൊണ്ടുപോയി കൊടുത്തു, ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യേ എന്ന് പറഞ്ഞാൽ, ഒരു 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണെന്ന് സങ്കല്പിക്കുക. ഒരു 20-22 വയസ്സുകാരൻ പഠിക്കേണ്ടത് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്ത്, 2 കുട്ടികൾ സങ്കല്പിക്കുക. ഒരു കുട്ടി തിരിച്ചും മറിച്ചും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, ശരിയാവുന്നില്ല. ഉറക്കൊഴിച്ചിട്ട് എന്നിട്ട് പിന്നാലെ കൂടാണ്, നടക്കണില്ല. 2 ദിവസമായിട്ടും അവനെ കൊണ്ട് ആവുന്നില്ല, പക്ഷെ അവൻ വിടുന്നില്ല. ഒരു കുട്ടി അങ്ങനെ. ഇപ്പുറത്തൊരു കുട്ടി, ടീച്ചർ ഇത് എനിക്ക് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻ അല്ല, ഇത് നിങ്ങൾ വേറെ ആർക്കെയും കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് ആ കുട്ടി പറഞ്ഞാൽ, ഈ 2 മക്കളിൽ ഏത് കുട്ടിക്ക് ആ ബുദ്ധിയുണ്ട് നിങ്ങൾ പറയാം? ആദ്യത്തെ കുട്ടിക്കാണോ 2ാമത്തെ കുട്ടിക്കാണോ? 2ാമത്തെ കുട്ടിക്ക്. എന്തുകൊണ്ട്? ഇതെനിക്ക് മനസ്സിലാവില്ല എന്ന് മനസ്സിലാവുന്നത് അറിവിൽപ്പെട്ട വലിയൊരു അറിവാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്ന വിഷയങ്ങളിൽ അൽ അജ്സു അനിൽ ഇദ്റാഖി ഇദ്റാഖു, എനിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് പൂർണ്ണമായി എനിക്ക് ചിന്തിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല, എത്തും പിടിയും കിട്ടരുത്. അങ്ങനെയാണ് അള്ളാഹു ജല്ല ജലാലു. അത് യുക്തിവാദികൾ പറയാം, ഞങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ, ഞങ്ങളെ കൊണ്ട് ആവും നോക്കട്ടെ. നമുക്ക് സാധ്യമല്ലാത്ത തലം മനുഷ്യന്റെ ബ്രെയിനിന് ആക്സസ് ചെയ്യാൻ പറ്റാത്തത് ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കൽ ഒരു ബുദ്ധിമാനിയുടെ അടയാളമാണ്. അതുകൊണ്ടാണ് ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൾ എന്ന് പറയുന്നിടത്ത് ആ വാക്കിനെ അല്ലാഹു ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ. It is not the eyes that are blinded, but the hearts that are blinded. മനുഷ്യന്റെ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, കണ്ണുകൾക്കല്ല കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾക്കാണ് എന്ന് ഖുർആനിന്റെ ഒരു അത്ഭുതമുള്ള ആയത്താണത്. It is not the eyes that are blinded. കണ്ണുകളല്ല അന്ധത ബാധി. എത്ര കണ്ണുപൊട്ടന്മാർ, കണ്ണ് കാണാത്തവർ, അന്ധരായി ജനിക്കുന്നവർ എത്ര നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കുന്നുണ്ട്, എത്ര വലിയ ദൈവവിശ്വാസികളായി ജീവിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഏറ്റവും പരമമായ സത്യം നമ്മെ പടച്ചൊരു പടച്ച തമ്പുരാൻ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. ആ പടച്ച തമ്പുരാനെ നമ്മൾ കാണേണ്ടി വരും എന്ന് ചിന്തിക്കുകയും ബോധിക്കുകയും ചെയ്യുന്ന അറിവിനോളം വലിയ അറിവ് ലോകത്ത് വേറെയുണ്ടോ? അതുകൊണ്ടാണ് ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് കാണുക എന്നതല്ല വിഷയം. വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ, മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് ഉൾക്കാഴ്ചയുണ്ടാവുക എന്നിടത്താണ് വിഷയം. കണ്ണുകൾക്ക് ഉൾക്കാഴ്ചയുണ്ടാകുന്നത് പടച്ചതമ്പുരാനെ നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട്, നിങ്ങളുടെ ചിന്തകളെ കൊണ്ട് അള്ളാഹുവിനെ ഇദ്റാഖ് ചെയ്യുന്നത് സാധ്യമല്ല.
മനുഷ്യന്റെ ബുദ്ധിയെ, മനുഷ്യന്റെ കണ്ണുകളെ, മനുഷ്യന്റെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. ഇന്നൽ ഖുലൂബ് ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇർ റഹ്മാൻ. കാരുണ്യവാനായ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം. യഖ്ലിബുഹാ കൈഫ യശാ. എങ്ങനെ വേണമെങ്കിലും ആ ഹൃദയങ്ങളെ മറിച്ചിടാൻ അല്ലാഹുവിന് കഴിയും. നമുക്കൊരിക്കൽ ഇഷ്ടം തോന്നിയ ആളോട് പിന്നെ വെറുപ്പ് തോന്നും. വെറുപ്പ് തോന്നിയിരുന്ന ആളുകളോട് പിന്നീട് ഇഷ്ടം തോന്നും. ചിലപ്പോൾ ഒന്നും തോന്നിയില്ല എന്ന് വരും. മനുഷ്യരങ്ങനെയാണ്, അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് മനുഷ്യന്മാർ കുറേ പുകഴ്ത്തി പറയുമ്പോൾ പൊങ്ങാൻ നിൽക്കേണ്ട. കാരണം കുറച്ച് കഴിഞ്ഞാൽ അവരെന്നെ താഴ്ത്തി പറയും ചെയ്യും. അപ്പം എന്ത് ചെയ്യുക? പൊങ്ങാണ്ടിരിക്കുക. മനുഷ്യന്മാർ അങ്ങനെയാണ്. ഒരാവേശത്തിന് ഇപ്പം എന്തൊക്കെയോ പറഞ്ഞെന്ന് വരും. കുറച്ച് കഴിഞ്ഞാൽ ആവേശമൊക്കെ പോയാൽ ചവിട്ടി തേക്കും ചെയ്യും. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. കാരണം ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. യഖ്ലിബുഹാ കൈഫ യശാ. അത് എങ്ങനെ വേണമെങ്കിലും മറിച്ചിടാൻ അല്ലാഹുവിന് കഴിയും. അതുകൊണ്ടാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, ലോകത്തെ മനുഷ്യരുടെ മുഴുവൻ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി മനുഷ്യർക്ക് ഇഷ്ടമുള്ളത്, അവർക്കെന്താണോ വേണ്ടത്, അള്ളാന്റെ ഇഷ്ടമല്ല, അതിന് വിപരീതമായ മനുഷ്യരുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് നിന്റെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളെയൊക്കെ നീ സന്തോഷിപ്പിക്കാൻ തുനിഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളോടൊരു സ്നേഹമുണ്ടാക്കി തരുന്നത് പടച്ചവനാ. അതുകൊണ്ട് ഇതൊക്കെ വിട്ടിട്ട് ആ മേലെയുള്ള പടച്ചവനങ്ങ് സന്തോഷിപ്പിച്ചാൽ ഇവരൊക്കെ ഓട്ടോമാറ്റിക്കലി റെഡിയാവും. അപ്പൊ നമ്മൾ നിസ്കാരവും മെഹറാജിന്റെ വലിയൊരു സമ്മാനം നിസ്കാരമാണ്. നിസ്കാരവും നമ്മുടെ സുശീലങ്ങളും സത്യസന്ധതയും നമ്മുടെ സൽസ്വഭാവവും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അദ്കാറുകളും ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളും ഇതൊക്കെ നിർത്തിവെച്ചിട്ട് ആളുകൾക്ക് വേണ്ടി കോലം കെട്ടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അതുകൊണ്ടൊന്നും ആൾക്കാർ ഇഷ്ടപ്പെടൂല. കാരണം എന്തേ? ജനങ്ങളെ ഖൽബിൽ മഹബ്ബത്ത് നൽകുന്നത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. പടച്ചോൻ ഇഷ്ടപ്പെടുത്തിയാലേ അള്ളാഹു അത് ചെയ്തു തരികയുള്ളൂ. സുബ്ഹാനല്ലാഹ്. എല്ലാം പടച്ചവന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകത്ത്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. സ്നേഹവും വെറുപ്പും മഹബ്ബത്തും കുറുഹും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ മെഹബൂബാണ്. അവിടത്തേക്കാളും മെഹബൂബായ ഒരാൾ ഇനി ജനിക്കുകയുമില്ല, ജനിച്ചിട്ടില്ല, ജനിക്കാൻ പോകുന്നുമില്ല. അത് ഹബീബ് തങ്ങൾ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ആ മഹബ്ബത്ത് ഹബീബിനെ അറിയുന്നവർക്ക്, ഹബീബിന്റെ അഖ്ലാഖുകൾ മനസ്സിലാക്കിയവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഹബീബിന്റെ നസബ്, അവിടുത്തെ വംശപരമ്പര, ഹബീബായി തങ്ങളുടെ സ്വഭാവ വിശുദ്ധി, അവിടുത്തെ നുബുവത്ത്, അവിടുത്തെ ശരീഅത്ത്, അവിടുത്തെ നൂറ്, ആ പ്രകാശം, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതിനിപ്പുറത്ത് ഹബീബിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതങ്ങൾ, ഇസ്രാഇന്റെയും മെഹറാജിന്റെയും അനുഭവങ്ങൾ മഹാത്ഭുതങ്ങളുടെ മഹാത്ഭുതങ്ങളാണ്. അത് കാണുമ്പോൾ ചില ആളുകൾ ഇങ്ങനെയും ഒരു സംഭവം സത്യസന്ധനായൊരു പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ, അതിനു മുമ്പോ അതിനുശേഷമോ ആ സംഭവത്തിലോ ഒന്നിലും ഒരു കളവ് പോലും തമാശയിൽ പോലും പറയാത്ത ഒരു പുണ്യപ്രവാചകർ, എന്നെ അല്ലാഹു 7 ആകാശങ്ങളുടെ സർവ്വസീമകളും മറികടന്ന് എന്നെ റബ്ബ് തെരഞ്ഞെടുത്തൊരു മഖാമിലേക്ക് എന്നെ കൊണ്ടുപോയി, ആ രാത്രിയിൽ ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുന്ന ഹബീബായ നബി തങ്ങളുടെ സത്യസന്ധതയെ ബോധ്യപ്പെടുമ്പോൾ ഹബീബിനോട് തോന്നുന്നൊരു ആദരവുണ്ട്. ചില ആളുകൾക്ക് അപ്പോഴേ അത് ബോധ്യപ്പെടുള്ളൂ എന്ന് മാത്രം. എന്നാൽ അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും സത്യമാണ്, അവിടുന്ന് പറഞ്ഞത് മുഴുവനും ഹഖാൻ, അവിടുന്ന് ബോധിപ്പിച്ചത് മുഴുവനും പരമമായ സത്യമാണ്. ഹഖ്ഖുൻ ലാ നിഖാശ ഫീ, the ultimate truths, the non-negotiable truths. പിന്നെ അവിടെ ചോദിക്കേണ്ട കാര്യമില്ല. അത് ബോധ്യപ്പെടുത്താനാ ഇസ്രാഉം മിഅ്റാജും പുണ്യനബിയെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിച്ചത്. وما جعلنا الرؤيا التي أريناك إلا فتنة للناس.
പരിശുദ്ധമായ മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണിതെന്ന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അതല്ല, ഇത് തന്നെയാവണം ഹുദൈബിയ സന്ധിയിൽ അവസാനിച്ച ഹബീബിന്റെ ഉംറയെക്കുറിച്ചുള്ള ആ ആയത്തിനെ ആ ഒരു സ്വപ്നത്തെക്കുറിച്ചുള്ള പരാമർശമാണോ എന്നും ഇവിടെ ചർച്ചയുണ്ട്. പക്ഷേ ഇതല്ലാഹു തആല ജല്ല ജലാലു ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു സാധ്യമാക്കി കൊടുത്ത അല്ലാഹുവിനെ കാണുക എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ മലകൂത്ത് സമാഇന്റെ അദൃശ്യ ലോകത്തിന്റെ രഹസ്യങ്ങളെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന റുഅ്യ, ആ റുഅ്യ അല്ലാഹു നടപ്പിലാക്കി കൊടുത്തത് ചില ആളുകളുടെ ഈമാൻ പരീക്ഷിക്കാൻ തന്നെയാണ്. സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ പരീക്ഷണാവുക? ഒരാൾ ഇവിടെ നിന്ന് പറയാ, ഞാനിപ്പോ ഇന്ന് രാവിലെ ദുബായി പോയി വന്നിട്ടാ. എപ്പോ? നീ രാവിലെ പുരയിന്ന് ഇറങ്ങി കണ്ടില്ലേ? അപ്പോഴേക്കും ഞാൻ ദുബായി പോയി വന്നിട്ടുണ്ട്. അതെപ്പോടാ? അപ്പൊ പറയാണ്, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടടാ, രാവിലെ എണീറ്റപ്പോൾ അറിയുന്നത് ഞാൻ മാസത്തിൽ കൊണ്ട് തന്നെയാണ്. ആർക്കെങ്കിലും വല്ല വിഷയമുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? സ്വപ്നം കൊണ്ട് അമേരിക്ക വരെ പോയി എന്ന് വിചാരിക്കുക. പോട്ടെ, ഓൻ ഒന്നാം ആകാശം കഴിഞ്ഞ് രണ്ടാം ആകാശത്ത് പോയിട്ടാ വന്നു എന്ന് സ്വപ്നം കണ്ട് പറഞ്ഞാൽ വല്ല ഫിത്തിന അതുകൊണ്ടുണ്ടോ? ആർക്കെങ്കിലും വല്ല പ്രയാസമുണ്ടോ? ഇല്ല. കാരണം സ്വപ്നത്തിൽ ഒരാൾക്ക് എന്തും കാണാം. അതുകൊണ്ട് ഹബീബിന്റെ സ്വപ്നത്തെക്കുറിച്ചല്ല ഫിത്നതൻ ലിന്നാസ് എന്ന് പറയുന്നത്. പിന്നെയോ, എൻ്റെ ഹബീബ് ഇങ്ങനെ ഒരു യാത്ര നടത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐൻസ്റ്റൈൻ്റെ ഒരു തിയറി കൊണ്ടുവരും, ഒരു ഖാഇദ. എന്താണ് ആ ഖാഇദ? ഒരു ഐനും ലാ തസ്തതിഉ ഐനുൻ അൻ യുസാഫിർ ബിസുറഅത്തിൽ ലൗഹ്. പ്രകാശത്തിന്റെ വേഗതയിൽ ഒരു വസ്തുവിനും ഒരു ഐനിനും സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഖാഇദ. Nothing can travel in the velocity of light. പ്രകാശത്തിന്റെ വേഗതയിൽ ഒരാൾക്കും ഒരു വസ്തുവിനും സഞ്ചരിക്കാൻ കഴിയില്ല എന്നല്ലേ? പിന്നെ എങ്ങനെ ഒരു മനുഷ്യനായ ആൾ, അതും ബിഅബ്ദിഹി അസ്റാ ബിഅബ്ദിഹി, സ്വപ്നം കണ്ടതല്ല. അബ്ദ് എന്ന് പറയുന്നത് ജിസ്മും റൂഹുമുള്ള ഒരവസ്ഥയിൽ പറയുന്ന വാക്കാണ്. ഹബീബായ നബി തങ്ങളെന്ന അല്ലാഹുവിന്റെ അബ്ദിനെ അല്ലാഹു കൊണ്ടുപോയി. എന്തിനെയല്ല കൊണ്ടുപോയത്? റൂഹിനെയല്ല കൊണ്ടുപോയത്, അബ്ദിനെ കൊണ്ടുപോയി. അസ്റാ ബിഅബ്ദി. അല്ലാഹു പറഞ്ഞു, ഇതേ എൻ്റെ റസൂല് ഞാനങ്ങ് പോയി എന്ന് പറഞ്ഞതല്ല. ഞാനങ്ങ് പോയി എന്നാണോ അള്ളാഹു ആയത്തിറക്കിയത്? അല്ല. എന്താണ്? അള്ളാഹു ഹബീബിനെ കൊണ്ടുപോയി. അപ്പോ ഒരു കുട്ടി പറയാണ്, ഞാൻ ഇവിടുന്ന്, മോൻ്റെ പേരെന്താ? മോനെ? സയാൻ പറയാണ്, ഞാനിവിടുന്ന് മംഗലാപുരത്ത് പോയി. സയാൻ, എങ്ങനെ പോയി മോനെ? ഞാൻ അങ്ങ് പോയി. നീ പോയാ? ഞാൻ പോയി. ഓക്കെ. സയാൻ ഒറ്റയ്ക്ക് മംഗലാപുരത്ത് പോവേ, എന്നിട്ട് നീ ഇപ്പം തിരിച്ചു വന്നോ? ഭയങ്കര അത്ഭുതമാണല്ലോ, നീ ബമ്പനാണല്ലോ. അങ്ങനെ പറയല്ലേ, ജോൺ ബമ്പൻ. സയാൻ പോയി. പിന്നെ അവൻ പറയാണ്, ഞാൻ പോയത് എൻ്റെ ഉപ്പൻ്റെ കൂടെയാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ നീ പോയിട്ടുണ്ട്, നിന്റെ കൂടെ ബാപ്പ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ ബാപ്പ കാറിലിട്ട് കൊണ്ടുപോയതാ. അപ്പൊ പിന്നെ സയാന് നടക്കാൻ പറ്റുമെന്നല്ല അവിടെ നോക്കുക. വാപ്പക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയുന്നുണ്ടോ? വാപ്പക്ക് വണ്ടി ഉണ്ടോ? വാപ്പ പോകാൻ കഴിയുന്ന ആളാണോ? എങ്കിൽ വാപ്പയുടെ താബിയായിട്ട് കുട്ടി പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? കുട്ടി ഒറ്റക്ക് പോയി എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. കുട്ടിയെ ഒരാൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ഞാൻ ബോംബെ വരെ പോയി എന്ന് പറഞ്ഞു, നമുക്ക് വിശ്വസിച്ചൂടെ? കൂടെ ആളുണ്ടെങ്കിലേ. അതുകൊണ്ട് അല്ലാഹു പറയാ, അസ്റാ ബിഅബ്ദിഹി, അല്ലാഹു അവന്റെ അബ്ദിനെ കൊണ്ടുപോയതാണ്. അപ്പോ നിങ്ങൾ അബ്ദിന്റെ ഖുദ്റത്തിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്, കൊണ്ടുപോയ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹ്ക്കത് കഴിയൂല്ലേ എന്ന് നോക്കിയാൽ മതി. ഹബീബായ നബി ഒറ്റക്ക് പോയി എന്നല്ലല്ലോ പറയുന്നത്. എന്താ പറയുന്നത്? സുബ്ഹാന. ഇനി പറയാൻ പോകുന്ന വിഷയം അത്ഭുതത്തിന്റെ വിഷയമാണ്. അത്ഭുതങ്ങളുടെ വിഷയങ്ങൾ പറയുമ്പോഴാ ആയത്തിന്റെ തുടക്കത്തിൽ സുബ്ഹാന എന്ന് പറയാ. ഇനി പറയാൻ പോകുന്നത് അത്ഭുതമാണ്. അതുകൊണ്ട് സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ് റബ്ബേ എന്ന് പറയാൻ റെഡിയായിക്കോളൂ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു അത്ഭുതമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രാ സുബ്ഹാന എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ഇനി പറയുന്നത് ഒരു സാധാരണ സംഗതിയല്ല. നിങ്ങൾക്ക് അത്ഭുതം വരും, നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ബെവിൽഡർമെന്റ് വരും, ബെവിൽഡറിംഗ് എന്ന് പറയും.
അന്തം വിട്ടുപോകുക എന്ന വാക്കിന്റെ അർത്ഥം. ഇലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അലിഹയ ഇലഹു, നമുക്ക് ചെറിയൊരു സ്വതക്ക ചെയ്യാനൊരു അവസരം വന്നിട്ടുണ്ട് കേട്ടാ. തെറ്റുകൾ പുറത്ത് കിട്ടാൻ, മുസീബത്തുകൾ തട്ടി ദൂരത്താവാൻ ഒരു ഗോൾഡൻ ചാൻസ് നമ്മുടെ മുമ്പിലേക്ക് വരിക. നല്ല സ്വതക്ക കൊടുത്തോളി, അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മൾ ചെയ്തതൊക്കെ കുരുത്തക്കേട് ആണ്. വലിയ വലിയ തെറ്റുകളുണ്ടാകാം, ചെറുതുണ്ടാകാം. പടച്ച തമ്പുരാന് കൊടുക്കുന്നിടത്ത് മാത്രം പിശുക്കുക. ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ ഭയങ്കരമായിട്ട് ചോദിച്ചു വാങ്ങുക, അങ്ങനെ പോണ്ട. അതുകൊണ്ട് കൊടുക്കുന്നതിൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിലൊരു നല്ലത്. നമ്മുടെ ബക്കറ്റുമായി പ്രവർത്തകർ വരുന്നുണ്ട്, നിങ്ങൾ ഇട്ട് കൊടുക്കണം. സഹോദരിമാരുടെ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്. അവരും എന്ത് ചെയ്യണം? ഈ പരിശുദ്ധമായ രാത്രിയുടെ ഈ മജ്ലിസിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കണം. അല്ലാഹു ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു രാത്രിയുടെ അല്പസമയത്തിനകം അല്ലാഹുവിൻ്റെ ഹബീബിനെ അല്ലാഹു തആല കൊണ്ടുപോയത് മഹാത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനാൻ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. എൻ്റെ അബ്ദ്, എൻ്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട് പോയി എന്ന അവകാശവാദം നിങ്ങളോട് പറയുകയല്ല. എൻ്റെ റസൂലിനെ ഞാൻ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് എൻ്റെ ഹബീബിനെ വെച്ചുകൊണ്ടല്ല നിങ്ങൾ അളക്കേണ്ടത്. കൊണ്ടുപോയ ഞാൻ ആരാണ്? എൻ്റെ ഖുദ്റത്ത് എന്താണ്? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവനല്ലയോ അല്ലാഹു. ആ റബ്ബ് ഹബീബിനെ കൊണ്ടുപോയി ബുറാഖ് എന്ന വാഹനപ്പുറത്ത്. ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിലാണ് കൊണ്ടുപോയത്. അസ്റാ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി കൊണ്ടുപോകാന്ന. പിന്നെ ഒരു ലൈലൻ എന്നത് നിക്കറയായി കൊണ്ടുവന്നാൽ ഐ ജുസ്അൻ മിനൽ ലൈൽ, രാത്രിയിലെ ഒരല്പസമയത്തിനുള്ളിൽ. എവിടെ നിന്ന് എവിടേക്ക്? മിനൽ മസ്ജിദിൽ ഹറാം. ഇന്ന അവ്വല ബൈത്തിൻ മുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധമായ മക്ക പുണ്യഭൂമിയിൽ അല്ലാഹുവിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ട ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ആരാധനാലയം അതാണ് കഅബാലയം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ഭൂമിയെ വൽ അർള വളഅഹാ ലിൽ അനാം എന്ന വദഅ ചെയ്ത അല്ലാഹു തന്നെ പറയാണ് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്. അതുകൊണ്ട് ഭൂമിയുടെ കാലപ്പഴക്കം അറിയുന്നത് അല്ലാഹുവിനാണ്. ആ പടച്ചതമ്പുരാൻ പറയാ, എൻ്റെ ഭൂമിയെ ഞാൻ പടച്ചയിടം മുതൽ എൻ്റെ ഭൂമിയിൽ ആദ്യം എനിക്ക് വേണ്ടി ഞാൻ എന്നിലേക്ക് നിസ്ബ ചെയ്ത എൻ്റെ ഭവനമാണ് കഅബാലയം. അൻ തുഹിറാ ബൈതിയ, എൻ്റെ വീട് എന്ന് അല്ലാഹു പറഞ്ഞ വീട്. നാട്ടിലെ പള്ളികളൊക്കെ അള്ളാന്റെ വീടാണ്, പക്ഷെ അള്ളാന്റെ വീടായി നമ്മൾ വഖഫ് ചെയ്യുന്നതാണ്. പക്ഷേ കഅബാലയം അള്ളാഹു എൻ്റെ വീടാണ് എന്ന് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞതാണ്. ആ കഅബാലയത്തിൽ നിന്ന് നിബിതങ്ങളുടെ അമ്മായിയായിരുന്ന ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പുണ്യനിബിതങ്ങൾ കിടന്നുറങ്ങുന്ന ദിവസമായിരുന്നു അത്. ആ രാവിലാണ് ഇസ്രാഉം മിഅ്റാജും ഉണ്ടാകുന്നത്. ഹബീബിനെ കൊണ്ടുപോകാൻ ബുറാഖ് എന്ന വാഹനം വന്നു എന്ന് നമുക്കറിയാം. മസ്ജിദുൽ അഖ്സ, നമ്മൾ പറയും മസ്ജിദുൽ അഖ്സ എന്ന്. ശരിക്കും അത് അറബി വ്യാകരണ പ്രകാരം അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും ദൂരെയുള്ള പള്ളി. അൽ എന്ന് ചേർക്കണം. അൽ മസ്ജിദുൽ അഖ്സ, അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ്, അല്ലെങ്കിൽ അൽ ബൈത്തുൽ മുഖദ്ദസ്, അങ്ങനെയൊക്കെ പറയാം. അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബിനെ കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധനാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നു, 500 കിലോമീറ്റർ അന്ന് യാത്ര ചെയ്യണമെങ്കിൽ മിനിമം 10 ദിവസം എടുക്കും ഒട്ടകപ്പുറത്ത്. അവർ 1000 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ 20 ദിവസം എടുക്കും.
ഒരു 2000 കിലോമീറ്റർ ദൂരെയാണെങ്കിലോ 40 ദിവസം എടുക്കും. 40 ദിവസമെടുക്കുന്ന 2000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഒരു സ്ഥാനത്തേക്ക് പുണ്യ ഹബീബിനെ രാത്രിയിൽ അള്ളാഹു കൊണ്ടുപോയതാണ്. ഇസ്രാ മിഅ്റാജ് സംഭവങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞത്. സൂറത്തുൻ നജ്മിൽ മിഅ്റാജിനെ കുറിച്ച് സൂചിപ്പിച്ചു എന്നാ പറയാ. ഇസ്രാ മാത്രമേ തുറന്നടിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ റസൂലിനെ കൊണ്ടുപോയി. ആർക്കാ ചോദിക്കാൻ വരുന്നത്? ചോദിക്കാൻ വാ, ഞാനാ കൊണ്ടുപോയത്. അതാണ് ഖുർആന്റെ ഭാഷ്യം. ഇത് ചില ആളുകൾക്ക് പരീക്ഷണമാണ്, ഇത് ഫിത്നയാണ്. ഇങ്ങനെ സംഭവിക്കുമോ? അപ്പം ഇങ്ങനെ സയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ചില ആളുകൾ പറയും. കാരണം അവിടെ അവസാനിച്ചിട്ടില്ല. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന്, അൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, അൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഹബീബായ നബി തങ്ങളെ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് അള്ളാഹു ഉദ്ദേശിച്ച ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി 5 നേരത്തെ നിസ്കാരം സമ്മാനമായി കൊടുത്ത് ഹബീബിനെ തിരിച്ചു പറഞ്ഞയച്ച് മസ്ജിദുൽ അഖ്സയിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും മസ്ജിദുൽ ഹറാമിലേക്ക് ബുറാക്കിൻ്റെ പുറത്ത് വന്ന ആ യാത്രയാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന് പറയുന്ന ഈ റജബ് മാസത്തിലെ 27-ാം രാവ് എന്ന് പറയുന്നത്. അതിൻ്റെ പിറ്റേനാൾ നമ്മൾ അള്ളാഹുവിന് ശുക്റായി നോമ്പെടുക്കുന്നവരാണ്. എന്തായിരുന്നു ആ യാത്ര? മനുഷ്യൻ സഞ്ചരിക്കുന്ന സ്പീഡിനൊരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. പ്രകാശം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ വാച്ചിലേക്ക് നോക്കിയൊക്കെ സെക്കൻഡ് നോക്കുമ്പോൾ 2 സെക്കൻഡായി പോകും. ഒറ്റ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യണം. ഒരു സെക്കൻഡിൽ. സൂര്യപ്രകാശത്തിന്റെ വേഗതയാണത്. അതുകൊണ്ടാണ് വശംസി വദുഹാഹ. എന്തിനാ അള്ളാഹു സൂര്യന്റെ പ്രകാശത്തെ സംബന്ധിച്ച് ഇങ്ങനെ അള്ളാഹു തആല സത്യം ചെയ്യുന്നത്? അത് ചെറിയൊരു സംഭവമല്ല. അത് ഇനി മനസ്സിലാവാത്തത് എന്തൊക്കെ കാണും. അള്ളാഹുവേ, വശംസി, സൂര്യനെ തന്നെയാണ് സത്യം. വദുഹാഹ, സൂര്യന്റെ ദുഹയെ തന്നെയാണ് സത്യം. സൂര്യന്റെ പ്രഭക്കാണ് ദുഹ എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം. അപ്പൊ മനസ്സിലായി, സൂര്യപ്രകാശത്തിനേക്കാളും വേഗതയുള്ളൊരു സാധനം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ കണ്ടിട്ടില്ല. പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയില്ല. മുംകിനാണ്, മുസ്തഹീലല്ല. ശാസ്ത്രകാരന്മാരെ പറയാൻ നമുക്കറിയില്ല. കാരണം ഈ പ്രപഞ്ചം ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുകയാണെങ്കിൽ കോടി 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 കൊല്ലങ്ങളെടുക്കുമത്രേ. ഈ സ്പീഡിൽ പോയാൽ, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോയാൽ, അങ്ങനെ പോകാൻ കഴിയില്ല എന്നാ. ആ സ്പീഡ് പ്രാപിക്കുമ്പോഴേക്കും വസ്തു ഊർജമായിട്ട് മാറും. ദ മാസ് വിൽ ടേൺ ഇൻ ടു എനർജി. പിന്നെ സാധനം കാണാൻ കിട്ടൂല എന്നാ, അത് ഊർജമായിട്ട് മാറിയിട്ടുണ്ടാവുന്ന. അപ്പൊ ഇതൊരു ഫിത്നയാണ് ചില ആളുകൾക്ക്. സയൻസ് കൊണ്ടാണ് ഞങ്ങൾ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ നീ അവിടെ ഇരുന്നോന്ന് പറയേണ്ടി വരും. കാരണം ദീൻ എന്ന് പറയുന്നത് അഖ്ലുൻ മിനൽ ഖാരിജ്, അതാണ് വഹ്യ്. നിന്റെ ബുദ്ധി എന്ന് പറയുന്നത് വഹ്യുൻ മിനൽ ദാഖിൽ, നിന്റെ ഉള്ളിൽ കിടക്കുന്ന വഹ്യാണ്. പുറമെ നിന്നൊരു വഹ്യ് വരുന്നുണ്ട്, അതാണ് പുറമെ നിൽക്കുന്ന നിന്റെ അഖല്. നിന്റെ ഉള്ളിൽ കിടക്കുന്ന അഖല് പുറമെ കിടക്കുന്ന അഖലുമായി സിൻക്രണൈസ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങളെ ബോധിക്കാൻ കഴിയൂ എന്ന് പഠിപ്പിച്ചത് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മഹാനവർ പറഞ്ഞു, അൽ അഖ്ലു വഹ്യുൻ മിനൽ ദാഖിൽ വൽ വഹ്യു അഖ്ലുൻ മിനൽ ഖാരിജ്. നമ്മൾ കാണുന്നത്, ഈ പഠിക്കുന്നതും ഈ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നതും ഇത് മാത്രമാണ് പഠനം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അറിവ് അതിനപ്പുറത്ത് കിടക്കുന്നുണ്ട് എന്ന് സൂറത്തുൽ കഹ്ഫിലെ 10-20ഓളം ആയത്തുകളെ ഉപയോഗപ്പെടുത്തി ഖിദർ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അള്ളാഹു പരിചയപ്പെടുത്തിയതാണ്. ഖിദർ നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയിടത്ത് അറിവിൻ്റെ സോഴ്സ് സയ്യിദന മൂസ നബി അലൈഹിസ്സലാമിന് വഹ്യായി ലഭിച്ച തൗറാത്തിൻ്റെ അൽവാഹികൾക്കപ്പുറത്തേക്ക്, അള്ളാഹു നൽകുന്ന ഇൽഹാമിനപ്പുറത്തേക്ക് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന് പോലും ആക്സസ് കിട്ടാതിരുന്ന ചില അറിവുകളുടെ വാതായനങ്ങൾ മഹാനായ സയ്യിദുന ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ തുറന്നിട്ട് കാണിച്ചു കൊടുത്തപ്പോഴാ
ഇങ്ങനെയും അറിവിൻ്റെ ഒരു 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 രീതിയുണ്ട് എന്ന് അള്ളാഹു മനുഷ്യരെ പരിചയപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما جعلنا الرؤيا التي يريناك إلا فتنة للناس. നബിയേ, അങ്ങയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്ഭുതങ്ങളെ മനുഷ്യന്റെ പരിമിതമായ അറിവിൻ്റെ സോഴ്സുകൾ ഉപയോഗപ്പെടുത്തി ഞാൻ കാണുന്നതോ ഞാൻ കേൾക്കുന്നതോ എനിക്ക് ബോധിക്കുന്നതോ അത് മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ കഴിയൂ എന്ന് ചിന്തിച്ചു വെക്കുന്ന യുക്തിവാദത്തിൻ്റെ ആളുകൾക്ക് നബിയേ, അങ്ങേക്ക് ഇസ്രാഉം മിഅ്റാജും നടന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർ കളിയാക്കുന്നത് കാണാൻ കഴിയും നബിയെ. അവർക്കിതൊരു പരീക്ഷണമാണ്, അവർക്ക് ഉൾക്കൊള്ളുക സാധ്യമല്ല. അതൊക്കെ പോട്ടെ, നമ്മളൊരു 500 കൊല്ലം ബാക്കിലേക്ക്, 500 വേണ്ട, ഒരു 300 കൊല്ലം ബാക്കിലേക്ക് സഞ്ചരിക്കാം. 300 കൊല്ലം ബാക്കിലേക്ക് സഞ്ചരിക്കാം. 300 കൊല്ലം മുമ്പ് ഒരു ഖതീബ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പിച്ചു നോക്കൂ. പൊന്നാര ജനങ്ങളെ, ഒരു കാലഘട്ടം വരും കേട്ടോ, ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് ജിദ്ദയിലേക്ക് 4000 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ അവിടെ എത്താൻ കഴിയട്ടോ. ആരെങ്കിലും അത് വിശ്വസിക്കുമോ? അന്നത്തെ കാലം ഫ്ലൈറ്റുകൾ സുപരിചിതമായിട്ടില്ല. മനുഷ്യന് ആകാശത്ത് യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന സാധ്യതകളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമില്ലാതിരുന്നൊരു സമയത്ത് ഇത് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ? അതൊരു ഫിത്നയാവൂലേ? ഈ മുസ്ലിയാരെന്താ യാതൊരു തലയും വാലും ഇല്ലാത്ത കാര്യമാണല്ലോ ഈ പറയണത്, കമ്മിറ്റിക്കാരെ പിരിച്ചുവിടൂലേ? എന്തേ? ജനങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള പക്വത ആയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇവിടുന്ന് ദുബൈയിലേക്ക് ഒരു 3-3.25 മണിക്കൂർ സമയം കൊണ്ട് ഫ്ലൈറ്റുകൾ എത്തിച്ചേരുന്നു, 2700 കിലോമീറ്റർ. ഇനിയൊരു സമയം കുറച്ചുകൂടെ അൾട്രാസോണിക് വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യാവുന്ന എയർപോർട്ടുകളൊക്കെ കേരളത്തിൽ വന്നാൽ ദുബൈയിലേക്കുള്ള സമയം ഒരു 40 മിനിറ്റായി ചുരുങ്ങും. മാതിരി ബടായിക്കാണോ പറയണത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഇപ്പം തോന്നൂല. എന്തേ? ചില സാധ്യതകളൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നതുകൊണ്ട്. ഇതൊരു 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. ആ കാലഘട്ടത്തിലാണ് എൻ്റെ ഹബീബിനെ ഞാൻ ഇസ്രാ ചെയ്തു എന്ന് അല്ലാഹു തആല പച്ചയിൽ സുബ്ഹാന വെച്ച് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ സുബ്ഹാന പറഞ്ഞ് മിണ്ടാതിരുന്നോളൂ, ഈ സംഭവം ഞാൻ നടത്തിയതാണ്. ഇത് ഞാൻ എൻ്റെ ഹബീബിനെ കൊണ്ട് ഭൂമിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ആകാശത്തേക്ക് എന്നെ കൊണ്ട് കഴിയുമെന്ന് ഈ ഭൂമിയിലെ യാത്രയെ ബോധിക്കുന്നവർക്ക് ആകാശത്തേക്കുള്ള യാത്രയെ പച്ചയിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മിഅ്റാജിനെ അള്ളാഹു തെളിച്ചു പറഞ്ഞില്ല എന്നാണ്. ഇസ്രാ തെളിച്ചു, അത് ഭൂമിയിൽ നടന്ന കാര്യമാണ്. ഇത് തിരിയുന്നോണല്ലേ അത് തിരിയേണ്ട കാര്യമുള്ളൂ. ഭൂമിയിൽ ഇത് സംഭവിക്കുമെന്ന് ബോധിക്കുന്നവർക്കല്ലേ ആകാശലോകത്തുള്ള ഹബീബിന്റെ യാത്രയെ പരിചയപ്പെടുത്തേണ്ടതുള്ളൂ. അതുകൊണ്ട് സൂറത്തുൻ നജ്മിൽ എൻ്റെ ഹബീബ് കണ്ടത് സത്യം തന്നെയായിരുന്നു, എൻ്റെ ഹബീബ് അനുഭവിച്ചത് സത്യം തന്നെയായിരുന്നു. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് കുബ്റയായ ഒരു ദൃഷ്ടാന്തം. ലഖദ് റആ മിൻ ആയാതിഹി അൽ ആയത്തുൽ കുബ്റാ എന്നാണ് ആയത്തിന്റെ വ്യാഖ്യാനം. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം എൻ്റെ ഹബീബ് കണ്ടിട്ടുണ്ട്. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട കാഴ്ചയെക്കുറിച്ചാണ് ഈ പറയണതെന്ന് അവിടെ ചില തഫ്സീറുകളൊക്കെ കാണാൻ കഴിയും. പക്ഷേ പ്രഗത്ഭരായ മുഫസ്സിരീങ്ങൾ പറയാം, ജിബ്രീൽ തങ്ങളെ മുത്തുനബി ദുന്യാവിൽ വെച്ച് കണ്ടിട്ടില്ലേ? വലിയ അത്ഭുതമാക്കി പറയാൻ മാത്രമുണ്ടോ? ഹബീബിനെ ദുന്യാവിൽ വെച്ച് ജിബ്രീൽ തങ്ങളെ മുത്തുനബി തങ്ങൾ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ടും നബി തങ്ങൾ അങ്ങോട്ടും. എത്ര തവണയാണ് വഹി ഇറങ്ങുന്നത്? അപ്പൊ പിന്നെ ഏതാണ് ഈ കുബ്റയായ ആയത്ത്? ഐ റുഇയത്തുല്ലാഹ്, പടച്ചതമ്പുരാനെ കണ്ടതാണ് ആ കാഴ്ചകളിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണ്. അല്ലാഹു റബ്ബിനെ കാണാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. ഈ ജീവിതത്തിൻ്റെ അർത്ഥം അതാണ്. നമ്മളങ്ങ് ജീവിച്ച് മരിച്ച് നമ്മളൊക്കെ ഭൂമിൻ്റെ ഉള്ളിൽ പോകും. പിന്നെ ഈ മാസ്തുകുണ്ടിലെ ഈ മൈതാനത്തിരിക്കാൻ ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ആളുകൾ ആ കാലഘട്ടത്തിൽ ഇവിടെ വന്നിരിക്കും. നമ്മുടെ മുൻഗാമികൾ ഇവിടെ ഇരുന്നിരുന്നു, ഇവരൊക്കെ മണ്ണിനുള്ളിലാണ്.
നമ്മളും മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോകും. വേറെ കുറേ ആളുകൾ ആ പരീക്ഷയിരിക്കാൻ വേണ്ടി ഇവിടെ വരും. അവരുടെ പരീക്ഷയും കഴിഞ്ഞാൽ അതിനുശേഷം വേറൊരു കൂട്ടർ വരും. ഇവരെല്ലാം എക്സാം കഴിഞ്ഞു പോകുന്നത് പടച്ച തമ്പുരാന്റെ ലിഖാഇന് വേണ്ടിയുള്ള യാത്രയിലേക്കാണ്. ഹാൾ ടിക്കറ്റ് വാങ്ങിയിട്ട് നേരെ പോവാണ്. ഈ യാത്രക്ക് വന്നതാണ് നമ്മളെന്ന് എപ്പോഴും ഓർമ്മ വേണം. ഇത് പടച്ച തമ്പുരാന്റെ ലോകമാണ്. നമ്മൾ കുരുത്തക്കേട് കളിക്കുമ്പോഴേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചെന്ന് കയ്യും കെട്ടി നിൽക്കേണ്ടവനാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം. ഇത് പഠിപ്പിക്കാൻ ആ പുണ്യനബി തങ്ങൾ വന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. പ്രഭാത വെളിച്ചത്തെ തന്നെയാണ് സത്യം നബിയേ. ഇരുൾ മൂടി വരുന്ന രാവിനെ തന്നെയാണ് സത്യം പ്രവാചകരെ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു നബിയേ അങ്ങയോട് പിണങ്ങിയിട്ടില്ല, അങ്ങയെ ഒഴിവാക്കിയിട്ട് മാറ്റി നിർത്തിയിട്ടും ഇല്ല നബിയേ. പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് 40-ലേറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ത്വായിഫിന്റെ മലമടക്കുകൾക്കപ്പുറത്ത് സഖീഫ് ഗോത്രക്കാരെ കാണാൻ അബ്ദു യാലീൽ ഇബ്നു അബ്ദു കുലാൽ എന്ന് പറയുന്ന ഗോത്രത്തലവന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മനാത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ത്വായിഫുകാരുടെ മുമ്പിൽ ചെന്നുകൊണ്ട് ദഅവത്ത് ചെയ്യുന്ന പുണ്യനിബിതങ്ങളെ ത്വായിഫുകാർ കല്ലെടുത്ത് എറിഞ്ഞു ഓടിച്ചപ്പോ, പരിശുദ്ധമായ കാലിൽ നിന്ന് ചോര വന്നൊലിച്ചപ്പോൾ, കാൽ വിരലുകളിൽ ചോര വന്നപ്പോ, വിരല് നമ്മള് നഖം മുറിക്കുമ്പോ ഒരൽപ്പമൊന്ന് കയറി കട്ട് ചെയ്താൽ നഖത്തിനേക്കാളും ഒരിപ്പുറത്തേക്ക് ഒരൽപ്പമൊന്ന് മുറിഞ്ഞു പോയാൽ ആ നഖത്തിൽ അനുഭവിക്കുന്ന വേദനയൊന്ന് ചിന്തിക്കണേ. ആ കാലിലാണ് ഹബീബിന് മുറിവേറ്റത്. ചോര ഒലിച്ചുകൊണ്ട് വന്നിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന ഇന്നത്തെ മീഖാത്ത് നിൽക്കുന്ന ആ ഭാഗത്ത് ഹബീബായ നബി തങ്ങൾ ആ പാറക്കല്ലുകളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടൊരു ദുആ ചെയ്തു. യാ അല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക ളഅഫി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ് യാ റബ്ബൽ മുസ്തദ്അഫീൻ. പടച്ചവനെ, സാധുക്കളായ ദുർബലരായ ഒന്നിനും കഴിയാത്ത സാധുക്കൾക്ക് നിന്നോടല്ലാതെ ആരോടാണ് റബ്ബേ കാര്യം ബോധിപ്പിക്കാനുള്ളത്? വിഷമം അനുഭവിക്കുന്നവന്റെ വിഷമങ്ങൾ ഇറക്കി വെക്കാനുള്ളത് റബ്ബേ നിന്റെ മുമ്പിലല്ലയോ? ഹാഷിമി കുടുംബത്തിൽപ്പെട്ട ഖുറൈശി തറവാട്ടിൽപ്പെട്ട ഏറ്റവും വലിയ ബുദ്ധിജീവിയായിരുന്ന ജനങ്ങൾ ആരും വിളിച്ചു പറയാതെ നോട്ടീസ് അടിക്കാതെ ജനങ്ങൾ തന്നെ അൽ അമീൻ എന്ന് നാമകരണം ചെയ്ത് ആദരിച്ചിട്ടുള്ള പുണ്യ റസൂലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസ പ്രഖ്യാപനവുമായി ഇറങ്ങിയപ്പോഴേ ഹബീബിനെ കല്ലെടുത്ത് ഓടിച്ചു കളഞ്ഞത്. ആ കാലുകളിൽ നിന്ന് ചോര വന്നത് അദ്ദാസ് എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു നീനവക്കാരനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരനായ ഒരു മനുഷ്യനല്ലാതെ ത്വായിഫുകാരിൽ ആരും ഹബീബിനെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോഴാ ഹബീബ് പറയുന്നത്, അല്ലാഹ് പടച്ചവനെ, ഖർനു സആലിബിൽ വന്നുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുവേ, എൻ്റെ ദൗർബല്യം നിന്നെ ബോധിപ്പിക്കുകയാണല്ലാഹ്. അല്ലാഹുമ്മ ഇലൈക അഷ്കൂ ബത്തി വഹുസ്നി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ്. ഞാൻ ആളുകളുടെ മുമ്പിൽ വിലയില്ലാത്തവനായി പോയല്ലോ റബ്ബേ. 52 വയസ്സ് തികഞ്ഞിരിക്കുന്ന നബി തങ്ങൾ 53-ാം വയസ്സിലേക്ക് പോകുന്ന റസൂലാണ് ഈ പറയുന്നത്. 53 വയസ്സ് പ്രവാചകത്വം ലഭിച്ചിട്ട് 13 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്.
ആ സമയത്താണ് ഹബീബിന് ഈ കല്ലേറുകൾ ഉണ്ടാകുന്നത്. നബി തങ്ങൾ പറഞ്ഞു, റബ്ബേ ഇലാ മൻ തകിലുനി, എന്റെ ദൗർബല്യം, എന്റെ നിസ്സഹായാവസ്ഥ എന്നെ ആളുകൾ വില വെക്കുന്നില്ലല്ലോ റബ്ബേ, ഈ സങ്കടം നിന്നെയല്ലാതെ ആരെയാണ് ഞാൻ ബോധിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നൊരു വാക്ക് പറഞ്ഞു, ഇലാ മൻ തകിലുനി, എന്നെ ആരെയാണ് റബ്ബേ, ആരിലേക്കാണ് റബ്ബേ എന്റെ വിഷയം നീ ഏൽപ്പിക്കുന്നത്? ആരെയാ റബ്ബേ നീ ഏൽപ്പിക്കുന്നത്? ഇലാ ജബ്ബാരിൻ യതജഹമുനി അം ഇലാ അദുവിൻ മല്ലക്തഹു അംരി, എന്റെ കാര്യം എന്റെ ശത്രുവിനെയാണോ റബ്ബേ നീ ഏൽപ്പിക്കുന്നത്? വലിയൊരു പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥനന്റെ ഉത്തരമാണ് ഇസ്രാഉം മിഅ്റാജും. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു റബ്ബിനോട്, റബ്ബേ എന്റെ അവസ്ഥ നിനക്കറിയുമല്ലോ റബ്ബേ, എന്റെ ശത്രുവിനെയാണോ നീ എന്നെ ഏൽപ്പിക്കുന്നത് റബ്ബേ? എന്നോടൊരു ദയാവായ്പും കാരുണ്യവും കാണിക്കാത്ത ഭീകരരായ ആളുകളെയാണോ റബ്ബേ നീ എന്നെ ഏൽപ്പിക്കുന്നത്? ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, പടച്ചവനെ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ റബ്ബേ, ഈ വേദനയൊന്നും ഈ നിസ്സഹായാവസ്ഥയും ആളുകൾ എന്നെ മൈൻഡ് ചെയ്യാതിരുന്നതും എന്നെ ആട്ടിയോടിച്ചതും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല റബ്ബേ. നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല എങ്കിൽ നീ ദേഷ്യപ്പെട്ടിട്ട് ചെയ്യല്ല റബ്ബേ. നമ്മൾ മനസ്സിലാക്കണം, ഒരു അസുഖം വരുമ്പോൾ അള്ളാഹ് ദേഷ്യപ്പെട്ടത് കൊണ്ട് ആൾക്ക് ക്യാൻസർ വന്നത്, അങ്ങനൊന്നും പറയല്ലേ. അതൊന്നും അല്ല ഇതിൻ്റെ ഉത്തരം. ഒരപകടം വരുമ്പോൾ അത് മുമ്പേ നടക്കേണ്ടതായിരുന്നു, ഇതൊന്നും പറയാൻ നമ്മൾ ആരും അല്ല കേട്ടോ. അമ്പിയ ഇന്ന് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, അള്ളാഹ്ക്ക് തീരുമാനിക്കാൻ കഴിയൂ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് അള്ളാഹു കഫാറത്തായി നാളെ ഖബറിലോ നാളെ മഹ്ശറിലോ അദാബ് കിട്ടാതിരിക്കാൻ ദുന്യാവെന്ന് അള്ളാഹു ശിക്ഷ കൊടുക്കും. എന്തുകൊണ്ട്? ഉമ്മത്തി ഉമ്മത്തും മർഹൂമ ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ, എൻ്റെ ഉമ്മത്തികൾ റഹ്മത്ത് ചെയ്യപ്പെട്ട ഉമ്മത്തികളാ. അവർ ചെയ്ത തെറ്റിന് ദുന്യാവിലൊരു പരീക്ഷണം അവർക്ക് വന്നാൽ നാളെ ആ തെറ്റിന് അല്ലാഹു അവിടെ ശിക്ഷിക്കൂല. നോക്കണം, നമ്മളെന്താ പറയാ, അങ്ങനെ കിട്ടേണ്ടത് തന്നെ, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ആർക്ക് രോഗം വരുന്നത് ശത്രുവിനാണെങ്കിൽ പോലും ഒരുപക്ഷെ അയാൾ ചെയ്ത തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുകയും നമ്മൾ വലിയ അഹങ്കാരം കൊണ്ട് വലിയ ആളാന്ന് വിചാരിച്ച് നടന്നതിൻ്റെ പേരിൽ നമ്മളോട് അല്ലാഹു കോപിച്ചിരിക്കുകയുമാണെങ്കിൽ നമ്മൾ പരാജയപ്പെടും, അവർ രക്ഷപ്പെടുന്നതാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഒരാൾക്കും സംഭവിച്ച മുസീബത്ത് നീ കണ്ടുകൊണ്ട് സന്തോഷിക്കരുത്. ഇമ്മാ അൻ യുആഫിയഹുല്ലാഹ് വയബ്തലീക്. ഒരാൾ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിക്കുക, മദ്യപിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെമ്മാടിത്തരത്തിൽ ചെന്നുപോയി പെട്ടു, ഒരു റോങ് ഗ്യാങ്ങിൻ്റെ ഉള്ളിൽ പെട്ടു, അവൻ അങ്ങ് നശിച്ചു എന്ന് വിചാരിക്കുക. ലാ തുദ്ഹിരി ശമാത, അത് കണ്ടുകൊണ്ട് നീ സന്തോഷിക്കരുത്. അയൽപക്കക്കാരനായ വീട്ടിലെ കുട്ടി ലഹരിക്കടിമയായി അവൻ്റെ വീട്ടുകാർ മുഴുവനും അവനെ കൈയൊഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാണുമ്പോൾ കണ്ടില്ലേ എൻ്റെ മക്കൾ എന്താ, അവൻ്റെ മക്കളുടെ അവസ്ഥ നോക്ക് എന്ന് നീ പറയല്ലേ. പുണ്യനബി തങ്ങൾ പറയാ, ഇമ്മാ അൻ യുആഫിയഹുല്ലാഹ്, ആ കുട്ടിക്ക് അല്ലാഹു ശിഫ കൊടുക്കും, ആ വീട്ടുകാർക്ക് അല്ലാഹു ആശ്വാസം കൊടുക്കും. ആ വീട്ടുകാരനെ കുട്ടിക്കുണ്ടായ ഏതു പ്രയാസം കണ്ടുകൊണ്ടാണോ നീ സന്തോഷിച്ചിരുന്നത്, ആ പ്രയാസം നിന്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ അല്ലാഹുവിന് കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആര് പറഞ്ഞു? നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അറിവുകളിൽ നമ്മൾ അറിയേണ്ട വലിയൊരു അറിവാണ്. നമ്മൾ അറിയാതെ പോകരുത്. നമ്മൾ ആരുടെ പരാജയം കണ്ടുകൊണ്ട് സന്തോഷിക്കരുത്. ആ മനുഷ്യൻ വിജയിച്ചു മുന്നേറുകയും ഈ സന്തോഷിച്ച് കൈയടിച്ച നിങ്ങൾക്ക് ആ പരീക്ഷണം അല്ലാഹു തിരിച്ചു തന്നുകൊണ്ട് പരീക്ഷിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മുടെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോഴേ നമ്മൾ പറയേണ്ടത് എന്താ? അല്ലാഹുവേ, നീ നിന്റെ ദേഷ്യം കൊണ്ട് എനിക്ക് അസുഖം തന്നതാവരുത് റബ്ബേ. പരീക്ഷണമായിക്കോട്ടെ. അമ്പിയാക്കളൊക്കെ പരീക്ഷിക്കപ്പെട്ടില്ലയോ? അയ്യൂബ് നബി അലൈഹിസ്സലാം പരീക്ഷിക്കപ്പെട്ടില്ലേ?
മുസ്തഫായ നബി തങ്ങൾ പരീക്ഷിക്കപ്പെട്ടിൽ അമ്പിയാക്കളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ച നബി നമ്മുടെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ റസൂലിനോളം പ്രയാസം അനുഭവിച്ച ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. ഫൽ അംസലു ഫൽ അംസൽ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ആ ഒരു കാറ്റഗറിയോട് ചേർന്ന് വരുന്ന ആളുകൾ അതിൻ്റെ തൊട്ടുതാഴെ. അങ്ങനെ പിറകോട്ട് ഏറ്റവും മുമ്പിൽ പ്രയാസം കൂടുതൽ അനുഭവിച്ചതാരാ? നമ്മുടെ ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയാൻ പറ്റുമോ ആ പ്രയാസം അനുഭവിച്ചത് കുരുത്തക്കേടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ലെന്നാണ്. അതുകൊണ്ട് ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുവേ ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി. അല്ലാഹുവേ നിനക്കെന്നോട് ദേഷ്യം തോന്നിയിട്ടില്ലെങ്കിൽ എൻ്റെ കാല് ചോര വന്നൊലിക്കുന്ന ഈ വ്രണങ്ങളും മുറിവും ഈ പ്രയാസവും നിസ്സഹായാവസ്ഥയും എന്നെ ആളുകൾ ആട്ടിയോടിച്ചതും കൂക്കി വിളിച്ചതും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല റബ്ബേ, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. നീ എന്നോട് ദേഷ്യപ്പെടരുത്. അഊദു ബിനൂരി വജ്ഹിക്കല്ലദീ അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ്ദുനിയാ വൽ ആഖിറ. പടച്ചവനെ നിന്റെ പരിശുദ്ധമായ ദാത്തിന്റെ പ്രകാശം, ആ പ്രകാശം കൊണ്ടല്ലയോ പ്രപഞ്ചം മുഴുവനും പ്രഭ പൂണ്ടത്. അഊദു ബിനൂരി വജ്ഹിക്കല്ലദീ അശ്റഖത് ലഹുൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ്ദുനിയാ വൽ ആഖിറ. ഈ ലോകത്തിൻ്റെയും ആഖിറത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹൃതമാകുന്നത് റബ്ബേ നിന്റെ പ്രകാശത്തിൻ്റെ ബറക്കത്ത് കൊണ്ടാണല്ലോ റബ്ബേ. ആ നൂറിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, അൻയഹുല്ലബീ ഗളബുക്. നിന്റെ ദേഷ്യം എന്നിലേക്ക് ഇറക്കരുത് അല്ലാഹ്, നീ എന്നോട് ദേഷ്യപ്പെടരുത് റബ്ബേ. ഖർനുസ്സആലിബിലെ പാറക്ക് മുകളിൽ ഇരുന്നു കൊണ്ട് ഹബീബ് ചെയ്ത ദീർഘമായ ദുആയാണത്. എന്നിട്ട് ഹബീബ് പറഞ്ഞ വാക്കുണ്ട്, ലക്കൽ ഉച്ബാ ഹത്താ തർദാ. പടച്ചവനെ എന്തൊക്കെയാണെങ്കിലും എല്ലാ സ്തുതിയും എല്ലാ നന്ദിയും പടച്ചവനെ നിനക്കാണല്ലാ. ഹത്താ തർദാ, നിനക്ക് മതി വരുന്നതുവരേക്കും. അസുഖത്തിൽ കിടക്കുമ്പോൾ നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ പറയാറുണ്ടോ? ഒരു ചെറിയ കടബാധ്യത വരുമ്പോൾ നമ്മൾ പറയാറുണ്ടോ, റബ്ബേ എന്നാലും നിനക്ക് സ്തുതി അല്ലാ, ഞാൻ ഇത്രയല്ലേ കുടുങ്ങിയിട്ടുള്ളൂ, ഇതിലേറെ കുടുങ്ങിയ ആളുകൾ എത്രയുണ്ട് പടച്ചവനെ, നമ്മൾ പറയാറുണ്ടോ? ലക്കൽ ഉച്ബാ ഹത്താ തർളാ. പടച്ചവനെ ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനെ പുകഴ്ത്താൻ കഴിയുന്ന വാക്കുകൾക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും എപ്പോഴും നിനക്കാണല്ലാ സ്തുതി. ലക്കൽ ഉച്ബാ ഹത്താ തർളാ, നിനക്ക് മതി വരുവോളം നിനക്കാണ് റബ്ബേ സ്തുതി. ഒരു പ്രയാസത്തിലാണ് നബി തങ്ങൾ ഇത് പറയുന്നത്. ആ പ്രയാസത്തിൽ നിന്ന് ഹബീബാ നബി തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ് അല്ലാഹു. മുത്തുനബി തങ്ങൾക്ക് 6 മാസം വഹി വരാതിരുന്നപ്പോ ഒരു പെണ്ണ് വന്നുകൊണ്ട് ഹബീബിനോട് ചോദിച്ചു, അവിശ്വാസിനിയായൊരു പെണ്ണ്, അഹജറക ശൈത്വാനുക ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന ആയത്തുകൾ ഇറങ്ങിയപ്പോൾ, സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഇറങ്ങിയതിന് ശേഷം പുണ്യനബി തങ്ങൾക്ക് 6 മാസം വഹി വരാതിരുന്നപ്പോൾ ഹബീബിന് വിഷമമുണ്ടായിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു മുശ്രിക്കച്ചായ പെണ്ണ് വന്ന് നബിയോട് ചോദിച്ചു, അഹജറക ശൈത്വാനുക, അങ്ങയുടെ പിശാച്ച് അങ്ങയുടെ അരികത്ത് വരാതെയായോ എന്നൊരു പെണ്ണ് ചോദിച്ചതിന് മറുപടിയായിട്ടാണ് വല്ലുഹാ എന്ന സൂറത്ത് ഇറങ്ങുന്നത്. വല്ലുഹാ വല്ലൈലി ഇദാ സജാ, എല്ലാം മൂടിക്കളയുന്ന ഒരു ഇരുട്ടിന്റെ ശേഷം ഒരു പ്രഭ വരുന്നത് പോലെ പ്രയാസങ്ങൾക്ക് ശേഷം ആശ്വാസം വരുന്നുണ്ട് നബിയേ എന്ന് അല്ലാഹു വിളിച്ചറിയിക്കുകയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹു ഹബീബേ അങ്ങയെ കൈവടിഞ്ഞിട്ടില്ല നബിയേ, അങ്ങയെ മാറ്റി നിർത്തിയതും അല്ല നബിയേ. വമാ ഖലാ, അങ്ങയോട് പിണങ്ങിയതുമല്ല നബിയേ. വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു എന്നോട് ഭൂമിയിലേക്ക് അവതരിക്കാൻ പറയുന്ന റബ്ബിന്റെ നിർദ്ദേശമനുസരിച്ചുകൊണ്ട് മാത്രമേ നബിയേ എനിക്ക് അങ്ങയുടെ അരികത്തേക്ക് വരാൻ കഴിയൂ.
വഹി അല്ലാഹു പിടിച്ചു വെച്ചു. എനിക്ക് അല്ലാഹുവിന്റെ നിയമത്തെ മറികടന്ന് വരാൻ സാധ്യമല്ലെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് മറുപടിയും പറയുന്നുണ്ട്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർളാഹ്. ഹബീബായ നബിയേ, ത്വായിഫുകാരങ്ങയെ കല്ലെടുത്ത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ, ത്വായിഫുകാരങ്ങയെ അപമാനിച്ചു കൂക്കി വിളിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ, ഹബീബേ അങ്ങയുടെ അരികത്തേക്ക് പോന്നോളൂ നബിയേ, ഞാൻ അങ്ങയെ സ്വീകരിക്കാം. ആകാശലോകങ്ങൾ അങ്ങയെ കാത്തിരിക്കുകയാണ്. മനുഷ്യരിൽ ചില ആളുകൾക്ക് അങ്ങയെ കണ്ടുകൂടാ എങ്കിൽ എൻ്റെ ആലമുൽ മലക്കൂത്ത് അങ്ങയെ കാണാൻ കൊതിക്കുകയാണ്. അല്ലാഹുവിൻ്റെ മാലാഖമാർ മനുഷ്യരുടെയും പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിൻ്റെയും അഖദാറുകളെ, ഖദർ ഖലാവുകളെ രേഖപ്പെടുത്തി വെക്കുന്ന കലമിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരിടത്തിലേക്ക് അല്ലാഹു എന്നെ ഉയർത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹ്റുൻ നൂറിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രകാശത്തിൻ്റെ സമുദ്രം എന്നാണ് അതിൻ്റെ പേര്. 7 ആകാശങ്ങൾ കടന്നു പോകണമെങ്കിൽ പ്രകാശവേഗതയെക്കാളും കോടാനുകോടി വെലോസിറ്റിയുള്ള ഒരു വേഗതയെ ഹബീബാ നബി തങ്ങൾക്ക് അല്ലാഹു സാധ്യമാക്കി കൊടുക്കണം. അപ്പോഴേ ഈ ദൃശ്യപ്രപഞ്ചം മറികടക്കാൻ കഴിയൂ. 1-ാം ആകാശം കടക്കണമെങ്കിൽ സൂര്യപ്രകാശത്തിൻ്റെ വേഗതയിൽ പോയാൽ പോലും ബില്യൺ കണക്കിന് വർഷങ്ങൾ എടുക്കുമെന്നാണ് മനുഷ്യന്. അതുകൊണ്ടാണ് വമാ ജഅൽന റുഅയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. എൻ്റെ ഹബീബിൻ്റെ കഴിവ്, എൻ്റെ ഹബീബിനെ പറഞ്ഞേച്ച അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് ചേർത്തി വെച്ച് കൊണ്ടുപോകണം. ആ രീതിയിൽ വേണം ഈ മുഅ്ജിസത്തിനെ മനസ്സിലാക്കാൻ. എന്നറിയാത്തവർ, അവർക്ക് ഈ യാത്ര ഒരു പരീക്ഷണമാണ്. അവർക്കത് ഉൾക്കൊള്ളുക സാധ്യമല്ല, വിശ്വസിക്കുകയും സാധ്യമല്ല. എന്നാൽ ഈമാനുള്ള ആളുകൾ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാഹു എന്ന്. അൽ ഖദീറാണ് അല്ലാഹു, അൽ ഖാദിറാണ് അല്ലാഹു, അൽ മുഖ്തദിറാണ് അല്ലാഹു, അൽ ഖവിയാണ് അല്ലാഹു, അൽ അസീസാണ് അല്ലാഹു എന്ന് മനസ്സിലാകുന്ന അസ്മാഉൽ ഹുസ്ന ബോധ്യപ്പെട്ടവർക്ക് മിഅ്റാജ് മനസ്സിലാക്കുക എളുപ്പമാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉകൾ മനസ്സിലാകാത്തവർക്ക്, റബ്ബിൻ്റെ സിഫാത്തുകൾ മനസ്സിലാകാത്തവർക്ക് മിഅ്റാജ് മനസ്സിലാക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഹബീബിൻ്റെ കൂടെ ദീനിലേക്ക് കടന്നു വന്ന 12ഓളം സ്വഹാബിമാരായിരുന്ന ആളുകൾ, 12ഓളം മുഅ്മിനീങ്ങളായിരുന്ന ആളുകൾ ഇസ്റാ മിഅ്റാജ് സംഭവം കേട്ടതിന് ശേഷം ഈമാൻ ഉറക്കാത്തതിൻ്റെ പേരിൽ മുർത്തദ്ദായി പോയിട്ടുണ്ടെന്നാണ് ചരിത്രം. എന്തുകൊണ്ട്? ഇതൊരു പരീക്ഷണമായിരുന്നു. ഇതൊരു പരീക്ഷണമാണ്. മനുഷ്യൻ്റെ തലച്ചോറിൽ കിടക്കുന്ന ബുദ്ധിക്ക്, മനുഷ്യൻ്റെ ഖൽബിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്താശേഷികൾക്ക് പരിമിതിയുണ്ട്, അതിനൊക്കെ ബോർഡറുകളുണ്ട്, അതിന് ചില ലിമിറ്റുകളുണ്ട് എന്ന് ബോധ്യപ്പെടാത്തവർക്ക് ഇതൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ സൂയസ് ഉൾക്കടലിൻ്റെ അരികത്ത് വന്നുകൊണ്ട് സയ്യിദുനാ മൂസാ അലൈഹിസ്സലാം 12,000-ഓളം വരുന്ന അനുയായികളുമായി കടൽ മുറിച്ചു കടക്കാൻ വന്നതല്ല. അവർ ഒരൽപ്പം കൂടെ 4-5 കിലോമീറ്റർ ഇടത്തുകൂടെ സഞ്ചരിച്ചാൽ കരമാർഗം ഇന്ന് സൂയസ് കനാൽ നിൽക്കുന്ന ഭാഗത്തുകൂടെ കരയിലൂടെ പുറത്തേക്ക് പോകാൻ കഴിയും. പക്ഷേ രാത്രിയിൽ വഴിയറിയാതെ കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മൂസാ നബിയേ, ഇദ്രിബ് ബിഅസ്വാകൽ ബഹർ, അങ്ങയുടെ കയ്യിൽ കിടക്കുന്ന ആ ഒരു അസവുണ്ട്, ആ ഒരു വടി കൊണ്ട് കടലിലടിച്ചോളൂ മൂസാ നബിയെ എന്ന് പറഞ്ഞപ്പോ സമുദ്രം 2 പാതിയായി മാമലകളെ പോലെ വെള്ളം മാറി നിന്നു എന്ന് പറയുന്ന ബൈബിളും ഓൾഡ് ടെസ്റ്റമെന്റിലും കാണപ്പെടാൻ കഴിയുന്ന എക്സോഡസിന്റെ ചരിത്രം പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ബനു ഇസ്രായേലുകളുടെയും പലായനം നടന്ന കഥ. ആ മുഅ്ജിസത്ത് മനസ്സിലാകുന്ന മുഅ്മിനീങ്ങൾക്ക് മിഅ്റാജ് മനസ്സിലാക്കാൻ കഴിയും. وسخرنا له الريح. സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമുസ്സലാം, ദാവൂദ് നബിയുടെ പ്രിയപ്പെട്ട മകൻ സുലൈമാൻ അലൈഹിസ്സലാം ഒരേ സമയം രാജാവും അതോടൊപ്പം പ്രവാചകനുമായിരുന്ന മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം. ഉദുവുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ.
രാവിലെയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പ് ഉള്ള യാത്രക്കാണ് ഖുദുവ് എന്ന് പറയാം. കാറ്റ് നാം മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തു. വസഖർനാ ലഹു റീഹ്, വിമാനങ്ങൾ കണ്ടെത്തുന്നതിന്റെ മുമ്പ്. ഖുർആൻ വലിയ അത്ഭുതമല്ല മുഅ്മിനെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആകാശത്തുകൂടെ വായുവിലൂടെ മനുഷ്യൻ യാത്ര ചെയ്തു എന്ന് ഖുർആൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞില്ലേ? വസഖർനാ ലഹു റീഹ്. ഇന്ന് മനുഷ്യന് യാത്ര ചെയ്യണമെങ്കിൽ ഒരു പേടകം വേണം, ഫ്ലൈറ്റ് വേണം, ഒരു എയർക്രാഫ്റ്റ് വേണം, ഒരു സ്പേസ് ഷട്ടിൽ വേണം. ഇങ്ങനത്തെ ഒരു ടാഞ്ചിബിൾ ഒരു മാറ്ററും ഇല്ലാതെ, ഒരു മാസ് ഇല്ലാതെ സുലൈമാൻ നബി യാത്ര ചെയ്യിച്ചതിനെയാണ് സുലൈമാൻ നബിയുടെ മുഅ്ജിസത്ത് എന്ന് മനസ്സിലാക്കുന്നത്. അത് മുഅ്ജിസത്താണ്. അല്ലെങ്കിൽ യാത്ര ചെയ്യണമെങ്കിൽ യു നീഡ് സംതിങ് ടു സിറ്റ് ഓൺ, അല്ലേ? ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ല. കാറ്റിലൂടെ മുസ്ലിമീൻ, ഫലസ്തീനിൽ കിടക്കുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇങ്ങ് തെക്ക് കിഴക്കേ അറ്റത്ത് കിടക്കുന്ന യമനിലെ സബ എന്ന് പറയുന്ന നാട്, ഷിബ എന്ന് പറയുന്ന നാട്, അതാണ് സബ. സബയിലെ രാജ്ഞിയാണ് ബിൽഖീസ്. ആ ബിൽഖീസും പരിവാരങ്ങളും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ട് അവർ മുഅ്മിനീങ്ങളായി കടന്നു വന്ന് ഫലസ്തീനിലെത്തിയിട്ടുണ്ട്, ജെറൂസലേമിലെത്തിയിട്ടുണ്ട്. അവർ കൊട്ടാരമുറ്റത്തേക്ക് എത്താറായിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകളെ വേണ്ടു, ആഴ്ചകളും മണിക്കൂറല്ല, മിനിറ്റുകളെ കൊണ്ട് അവർ കൊട്ടാരത്തിലേക്ക് എത്തും. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇത് വിശുദ്ധ ഖുർആനാണ്, അയ്യുകും യഅതീനി ബിഅർശിഹാ, ആരാണ് ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരിക? ഖബ്ല അൻ യഅതൂനി മുസ്ലിമീൻ, അവർ ഇസ്ലാം സ്വീകരിച്ച് എൻ്റെ മുമ്പിലേക്ക് വന്നെത്താറായിട്ടുണ്ട്. അവരിങ്ങോട്ട് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് യമനിൽ കിടക്കുന്ന സിംഹാസനം അത് മിനിമം 3000 കിലോമീറ്റർ അകലെയാണ്. 3000 കിലോമീറ്റർ വേണം ഫലസ്തീനിൽ ഷീബയിലേക്ക് എത്താൻ. മിനിമം 3000 കിലോമീറ്റേഴ്സ്. ഫ്ലൈറ്റിന് പോവുകയാണെങ്കിൽ അതൊരു ഏകദേശം 3.5 മണിക്കൂറോളം സമയമെടുക്കും, 4 മണിക്കൂറിനടുത്ത് സമയമെടുക്കും. ആ ദൂരം ആരാ എനിക്ക് പെട്ടെന്ന് കൊണ്ടുവരാം? അപ്പൊ ജിന്നുകളിൽപ്പെട്ട വലിയൊരു ജിന്ന് പറഞ്ഞു, എന്ത്, 1 മണിക്കൂർ സമയം നിന്നാൽ ഞാൻ കൊണ്ടുവരാം. ആ ജിന്നിന്റെ കഴിവെന്തായിരിക്കും? 1 മണിക്കൂർ സമയം നിന്നാൽ ഞാൻ അത് കൊണ്ടുവരാം. പക്ഷെ 1 മണിക്കൂർ സമയം വേണം. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك. അങ്ങ് ഖലാഇന് വേണ്ടി ഇരിക്കുന്ന 1 മണിക്കൂർ സമയം, അത് എണീറ്റിരിക്കുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാം. 1 മണിക്കൂർ സാഅ. സുലൈമാൻ നബി പറഞ്ഞു, പറ്റില്ല, എനിക്ക് ഇപ്പം കൊണ്ടുവരണം. ഇതൊരു ഹദീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചിലർ ഇതിനെ ലൈഫാക്കും, അല്ലെങ്കിൽ മൗദൂ ആക്കി വരെ വിടും. ഇത് ഖുർആനാ. ആലോചിച്ച് നോക്കൂ, അള്ളാന്റെ കലാമിൽ വന്നതുകൊണ്ട് സമഅൻ വതാഅ. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ബുദ്ധിക്ക് നിരക്കണില്ലല്ലോ, അതുകൊണ്ട് ശരിയാവില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു റാവിൻ്റെ ഇടയിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മുൻഖത്തി ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, മുർസലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതിനങ്ങോട്ട് സൈഡാക്കും. കാരണം എന്തേ, ബുദ്ധിക്ക് നിരക്കണില്ല. എന്താ ഈ പറയണത്? ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ടെലിപ്പോർട്ടേഷൻ എന്നതിന് പറയാം. ടെലിപ്പോർട്ടേഷൻ ഇപ്പം നമ്മൾ ടെലിഫോൺ ചെയ്യും, ഇനി ടെലിപ്പോർട്ട് നടക്കും ലോകത്ത്. സാധനങ്ങളെ കൊണ്ടുവരിക, പെട്ടെന്ന് സാധനങ്ങൾ, കൊറിയറുകാരനോ ബൈക്കുകാരനോ ഡെലിവറി ബോയ് ഒന്നും ആവശ്യം ഉണ്ടാവില്ല. സാധനങ്ങളെ ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ലോകത്ത് വരാം. ഒരു വലിയനുണ്ടായ ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്നൊരു വലിയ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടൊരു മനുഷ്യൻ പറഞ്ഞു, 1 മണിക്കൂർ കൊണ്ട് ജിന്നിന് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞത് സെക്കൻഡുകളെന്നല്ല, മൈക്രോ സെക്കൻഡ്സ്. മഹാൻ പറഞ്ഞെന്താണെന്നറിയോ? വിത്തിൻ ദ ബ്ലിങ്ക് ഓഫ് യുവർ ഐ, നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കൊണ്ടുവരാം. ഒന്ന് കണ്ണിമ്മിക്ക് എത്ര സമയം? 1 സെക്കൻഡിനേക്കാളും താഴെയാണ്, അല്ലേ? കണ്ണ് ചിമ്മി തുറക്കും,
കണ്ണ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക. നിങ്ങൾ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ കൊണ്ടുവരാം. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? ഇത് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് മിഅ്റാജ് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇത് ഖുർആനല്ലേ. ഇതൊക്കെ ഹബീബിൻ്റെ മഖാമുകളെ മനസ്സിലാക്കാൻ അള്ളാഹു ചെയ്തു തരുന്ന ചില അടിസ്ഥാന തംഹീദുകളാണ്. ഇതൊക്കെ ചില അസ്ഥിവാരം ഇട്ടുതരാണ്. ഇനി വരാൻ പോകുന്ന അന്ത്യപ്രവാചകന്റെ ജീവിതം നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് മനസ്സിലാക്കണം. കണ്ണ് തുറന്നപ്പോഴേക്കും ഒരു സെക്കൻഡ് എടുത്തിട്ടില്ല. ഷീബ രാജ്ഞിയുടെ സിംഹാസനം മഹാനായ സയ്യിദുന സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ അതാ കിടക്കുന്നു. ഒരാൾക്ക് ഇങ്ങോട്ട് നീക്കിയിടേണ്ടി വരികയും എങ്ങനെ അത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ വന്നു? കൊട്ടാരത്തിന്റെ ഗേറ്റിനുള്ളിൽ കൂടെ വരണ്ടേ? ചുമര് പൊളിച്ചിട്ടുണ്ടോ? ജനല് പൊളിച്ചെടുത്തിട്ടുണ്ടോ? ഈ കൊട്ടാരം, ഈ ഒരു സിംഹാസനം, കൊട്ടാരല്ല സിംഹാസനം, മഹദി ഇരുന്നിരുന്ന ആ ഒരു ചെയർ കണ്ണിമ വെട്ടിയപ്പോഴേക്കും ഇവിടെയുള്ള ഒരു സാധനം ഇങ്ങോട്ട് നീക്കി വെക്കണമെങ്കിൽ ഒരു 4-5 സെക്കൻഡെങ്കിലും എടുക്കൂലേ? 4-5 സെക്കൻഡ് എടുക്കൂലേ? ഇവിടെയുള്ള സാധനം ഒന്നിങ്ങോട്ട് മാറ്റണമെങ്കിൽ അല്ലേ? ഈ ഒരു ബോട്ടിൽ ഇവിടെ നീക്കണമെങ്കിൽ ഒരു 2 സെക്കൻഡ് എടുക്കൂലേ മിനിമം? കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നത് ആസഫ് ബിൻ ബർഖിയ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ വലിയായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു. ജിന്നുകൾ പറഞ്ഞു ഞങ്ങൾ അതൊന്നും കഴിയില്ല, ഞങ്ങൾക്കൊരു മണിക്കൂർ സമയം വേണം. ജിന്നുകളുടെ നേതാവ് പറഞ്ഞതാ. അതിൽ വലിയ പോട്ടർമാരൊക്കെ ഉണ്ടാവുകയെ, അതിൽ ഏറ്റവും മസിലുള്ള ജിന്ന് പറഞ്ഞ വാക്കതാ, 1 മണിക്കൂർ നേരം എനിക്ക് വേണം, ഞാൻ തരാം. 3000 കിലോമീറ്റർ അല്ലേ, അതൊക്കെ നമ്മൾ കൊണ്ടുവരാം, 1 മണിക്കൂർ സമയം തരണം. പറ്റില്ല. فلما رآه مستقرا عنده قال هذا من فضل ربي. ആ സിംഹാസനം കൺമുമ്പിൽ കാണുമ്പോ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ, അള്ളാഹുവിന് നന്ദികേട് ചെയ്യുന്നുണ്ടോ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു എനിക്ക് കാണിച്ചു തന്നതാണ്. നമ്മൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് എഴുതി വെക്കൂലേ വീടിന്റെ മുമ്പിലൊക്കെ? ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. അതിൻ്റെ ഇപ്പുറത്ത് എന്താണുള്ളതെന്നറിയോ? എന്നെ പരീക്ഷിക്കാനുള്ളതെന്ന ഔദാര്യമാണ്. ഞാൻ നന്ദി ചെയ്യുന്ന അടിമയാണോ അല്ല നന്ദികേട് ചെയ്യുന്ന അടിമയാണോ? വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോഴേ ഞാൻ ഈ വീടിനോട് നന്ദി ചെയ്യുന്നുണ്ടോ പടച്ചോനെ, അള്ളാഹുവിനോട് നന്ദികേട് ചെയ്യുന്നുണ്ടോ? എൻ്റെ മക്കൾ ഈ വീട്ടിൽ നിസ്കരിക്കുന്നുണ്ടോ? നിസ്കരിക്കുന്നില്ലേ? ഒരു പൊര കൊടുത്തിട്ടേ ഇവർക്ക് സുബഹിക്ക് എണീക്കാൻ പറ്റുന്നില്ലല്ലേ? പറ്റുന്നുണ്ടോ? ഇത് നോക്കാൻ എനിക്ക് അല്ലാഹു തന്ന പരീക്ഷണമാണിത്. ഇതെൻ്റെ അവൻ്റെ ഔദാര്യമാണ്, പക്ഷേ ഇതെന്നെ പരീക്ഷിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്തുള്ള ആയത്തിൻ്റെ അർത്ഥം കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതെൻ്റെ ഔദാര്യം മാത്രം എന്ന് പറഞ്ഞ് എണീറ്റ് പോകണ്ട. ഔദാര്യമാണ്. എന്തിന്? ലിയബ്ലുവനി, അള്ളാഹു എന്നെ പരീക്ഷിക്കുകയാണ്. അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദി ചെയ്യാണോ നന്ദി ചെയ്യുകയാണോ? ഇതറിയാൻ അള്ളാഹു എനിക്ക് തന്ന ഔദാര്യമാണിത്. അപ്പം ഔദാര്യം മാത്രം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ മറന്നു പോകണ്ടേ. അത് വലിയ ഗൗരവമുള്ളൊരു വാക്കാണത്. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. സുലൈമാൻ നബി പറഞ്ഞ വാക്കാണത്. സിംഹാസനം കൊട്ടാരത്തിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഇതെൻ്റെ റബ്ബെന്നെ പരീക്ഷിക്കുകയാണ്, ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നുണ്ടോ നന്ദികേട് ചെയ്യുന്നുണ്ടോ എന്ന്. യാ അല്ലാഹ്, അള്ളാഹു നമ്മുടെ വീടുകളിൽ ബർക്കത്ത് തരട്ടെ, നമ്മുടെ മക്കളിൽ അള്ളാഹു നന്മയെ തരട്ടെ, അവരൊക്കെ സ്വാലിഹീങ്ങളായി ജീവിച്ചു കാണാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് പുണ്യനബിയെ അള്ളാഹു 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അംബിയാഇന് ഇതിൻ്റെ ചില മിനിയേച്ചറുകൾ അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. حتى لبحر النور جبريل وقف في شته غربا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوما صلوا عليه وسلموا تسليما.
പ്രകാശത്തിൻ്റെ മഹാസമുദ്രം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നബിയേ, ഇവിടെ നിന്ന് അങ്ങോട്ട് വരാൻ എനിക്ക് പെർമിഷൻ ഇല്ല നബിയേ. 7 ആകാശങ്ങൾ, ഒരാകാശത്ത് നിന്ന് അടുത്ത ആകാശത്തേക്ക് ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തിൻ്റെ ആ തലത്തിലേക്കുള്ള ദൂരമുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അതിരെവിടെയാണെന്ന് ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന അത്ഭുതം. പക്ഷെ അതിരില്ലേ, ഉണ്ടാവണമല്ലോ. ഈ ദുന്യാവെന്ന് പറയുന്നത് ഇൻഫിനിറ്റ് അല്ല, അനന്തമായത് അങ്ങനെ ഉണ്ടാവില്ല. ഇത് മഖ്ലൂഖായത് ലാ മഹ്ദൂദാവില്ല, അത് മഹ്ദൂദാണ്. ഇത് ഫൈനൈറ്റാണ്. പക്ഷെ ഇൻഫിനിറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുക. അറ്റമില്ല എന്ന് തോന്നും. അറ്റല്ലാന്നോ? അറ്റുണ്ടല്ലോ. അപ്പൊ നമ്പറുകൾക്കൊക്കെ ഒരു അറ്റുണ്ടാവൂലേ? നമ്മൾ അറ്റല്ല. നമ്മൾ 100,000, പിന്നെ മില്യൺ, ബില്യൺ, ട്രില്യൺ, ഇങ്ങനെ ഒരുപാട് സില്യൺ, ഒരുപാട് കണക്കുകൾ പറയും. പക്ഷേ ഒരു ഫൈനൽ നമ്പർ ഉണ്ടാകണം. ആ നമ്പർ നമുക്ക് പറയില്ല എന്നേ ഉള്ളൂ. അനന്തത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ്. പക്ഷെ ഇതിന് അന്ത്യമുണ്ട്. ഇതിനൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി എവിടെയാണോ അതിനെയാണ് അസ്സമാഉദ് ദുനിയ, ഒന്നാം ആകാശം എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് കണ്ടെത്താനായിട്ടില്ല. ഒന്നാം ആകാശം പോയിട്ട് മിൽക്കി വേ തന്നെ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ മനുഷ്യരെ കൊണ്ടാവില്ല. ഒരു നാസക്കും കഴിയില്ല, ഒരു സയൻറ്റിസ്റ്റിനും കഴിയില്ല. നമ്മൾ എത്രയോ അടുത്തായി കളിക്കുന്നത്, എത്രയോ അടുത്താണ്. അതിൻ്റെ എത്ര ദൂരങ്ങളിലാണ്. ദശലക്ഷക്കണക്കിന് ബില്യൺ കണക്കിന് പ്രകാശവർഷങ്ങൾക്ക് അകലെ കിടക്കുന്ന താരസമൂഹങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ. ഒന്നും മനുഷ്യന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോയി വരാൻ അവിടെ എത്താൻ കഴിയില്ല. കോടിക്കണക്കിന് കൊല്ലങ്ങളെടുക്കും അങ്ങോട്ട് എത്തണമെങ്കിൽ. പോകുന്ന സ്പീഡ് 3 ലക്ഷം കിലോമീറ്റർ സെക്കൻഡിൽ. 3 ലക്ഷം കിലോമീറ്റർ നടക്കൂല. എൻ്റെ ഹബീബ് അതൊക്കെ യാത്ര ചെയ്തു എന്ന് അല്ലാഹു ജല്ല ജലാലു. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറയുന്നത്, മനുഷ്യരാശി ഇന്ന് ഏറ്റവും വലിയ മേന്മ കൊള്ളുന്നത് നമ്മൾ ചൊവ്വയിൽ പോയി, നമ്മൾ ചന്ദ്രനിൽ പോയി, ഇനി ഇതാ നമ്മൾ ജൂപ്പിറ്ററിൽ പോകും, മാർസിൽ പോയി കഴിഞ്ഞു, അല്ലെങ്കിൽ പോകാനിരിക്കുന്നു, ഇനിയും പോവുകയാണ്, അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷനുകൾ, സ്പേസ് ഹോട്ടലുകൾ തുറക്കാൻ പോവാണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും പുണ്യനബി തങ്ങൾ യാത്ര ചെയ്ത മിഅ്റാജിൻ്റെ ലക്ഷക്കണക്കിന് അംശങ്ങളിൽ ഒരംശത്തിൻ്റെ അരികത്ത് പോലും എത്താൻ മനുഷ്യൻ്റെ ഈ ജീവിതം, ഇനി വരാനുള്ള 10,000-കണക്കിന് കൊല്ലങ്ങളെടുത്താലും മനുഷ്യനെ കൊണ്ട് കഴിയൂല എന്ന ആ യാത്രയെക്കുറിച്ചാണ് പുണ്യനബി തങ്ങൾ ഈ പറഞ്ഞു തരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹുവിന് എല്ലാം കഴിയും എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ് അല്ലാഹു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആ യാത്രയിൽ ഡിസ്റ്റൻസുകളെ അല്ലാഹു ചുരുക്കി കൊടുത്തു. 3000 കിലോമീറ്റർ വെറും കാറ്റിലിരുന്നു കൊണ്ട് മഹാനവറുകൾ സഞ്ചരിക്കുമായിരുന്നു. പോരാ, അവരുടെ പാത്രങ്ങളും ചെമ്പുകളും കലങ്ങളും ജിന്നുകളും ശൈത്വാനുകളും ഇൻസുകളും അടങ്ങുന്ന പരിവാരങ്ങൾ മഹാനായ യൂസുഫ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൂടെ കാറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണത്. സൂറത്തുൻ നംലിന്റെ അത്ഭുതങ്ങൾ വേറെ കിടക്കുകയാണ്. എൻ്റെ ഹബീബ് യാത്ര ചെയ്തു. അപ്പോൾ അബൂജഹൽ കൂടെയുള്ള ആളുകളൊക്കെ ചോദിച്ചു, മസ്ജിദുൽ അഖ്സയിൽ പോയോ? അതെ പോയി. എത്ര വാതിലുണ്ട്, എത്ര ജനലുണ്ട്, മസ്ജിദുൽ അഖ്സാക്ക് എത്ര സ്റ്റെപ്പുകളുണ്ട്. അവർ പോയി പരിചയമുള്ള നാടാണത്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, അവരെന്നോട് ചോദിച്ചു കൊണ്ടിരുന്നു. ഞാൻ മസ്ജിദുൽ അഖ്സായിലേക്ക് നോക്കിയിട്ടതിന് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ മറയും നീക്കിയിട്ട് എനിക്കതിങ്ങനെ കാണിച്ചു തന്നു. അത് വേറൊരു അത്ഭുതമാണ്. മുആവിയ ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ നമ്മൾ കേട്ട് പരിചയമുള്ള മുആവിയ തങ്ങളല്ല. മുആവിയ ഇബ്നു മുആവിയ എന്ന് പറയുന്ന ഒരു സ്വഹാബി, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിന് പോയിരിക്കുന്ന സമയമാണ്. തബൂക്ക് എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് മിനിമം 500 കിലോമീറ്ററോളം, ഏകദേശം 400-500 കിലോമീറ്റർ ദൂരം വരുന്ന ഒരു ദൂരെ പുണ്യനബി തങ്ങൾ യുദ്ധത്തിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോഴാണ്
മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു എന്നറിയുന്ന ഈ മുആവിയത്ത് ഇബ്നു മുആവിയ എന്ന് പറയുന്ന മഹാൻ മദീനയിൽ വഫാത്തായപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, മുആവിയ എന്ന് പറയുന്ന ഈ സ്വഹാബിക്ക് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന സർവമാന ഉയർന്നു നിൽക്കുന്നതിനെയും അള്ളാഹു എനിക്ക് പ്രതലമാക്കി തരികയും ആ മുആവിയയുടെ ജനാസക്ക് ഞാൻ ഇവിടെ നിന്ന് നിസ്കരിക്കുകയും ചെയ്തു. കാരണം ഫഇന്നഹു കാന യുഹിബ്ബു സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന സഹാബിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിക്കാൻ എൻ്റെ മുമ്പിലുള്ള മറകളെ അള്ളാഹു നീക്കി തന്നു. 500 കിലോമീറ്ററിനിടയിൽ ഒരു 500 മലകളല്ല ഉണ്ടാവുക. ആ ഒരു പ്രതലത്തെ അള്ളാഹു എനിക്ക് സമനിരപ്പാക്കി തന്നിട്ട് ഞാൻ ആ ജനാസയെ കണ്ടുകൊണ്ട് നിസ്കരിച്ചുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ദുനിയാവിൽ നടന്ന അത്ഭുതങ്ങളാണ്, ദുനിയാവിൽ നടന്ന അത്ഭുതങ്ങളാണ്. മദീനയിലിരിക്കുമ്പോൾ വലിയൊരു കല്ല് വീഴുന്ന ശബ്ദം കേൾക്കുന്ന സ്വഹാബിമാർ എല്ലാവരും പേടിച്ചു. ചിലരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. പുണ്യനബി തങ്ങൾ പറഞ്ഞു, ലൻ തുറാഉ, നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട പേടിക്കണ്ട. തിൽക ഹജറുൻ വഖഅത് ഖഅറ ജഹന്നമ മിൻ 70 ഖരീഫാ. മദീനയുടെ ഒരു പ്രത്യേകതയാണത്, മദീനയുടെ പ്രത്യേകതയാണ്. അവിടെ ചില അത്ഭുതങ്ങളൊക്കെ കാണാൻ കഴിയും. 70ഓളം വർഷമായി നരകത്തിൻ്റെ ആഴത്തിലേക്ക് പതിച്ചുകൊണ്ടിരുന്ന തീനാലുള്ള ഒരു മഹാപാറക്കഷ്ണം, അത് നരകത്തിൻ്റെ ആഴത്തിലേക്ക് എത്തിയതിൻ്റെ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത് എന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നത് സ്വഹീഹായ ഹദീസാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ നിൽക്കുമ്പോൾ ചില നിലവിളി ശബ്ദം കേട്ടിട്ടുണ്ട്. സ്വഹാബിമാർ ആർത്ത് നിലവിളിക്കുന്ന ശബ്ദം, കൂട്ടത്തോടെ നിലവിളിക്കുന്ന ശബ്ദം. പുണ്യനബി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ, ആളുകളെ കാണാതെ ആ കാണുന്ന നിലവിളി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അത് ഒരു പറ്റം ജൂതന്മാർ അവർ ചെയ്ത തിന്മകൾ കാരണം അവരുടെ ഖബറുകളിൽ അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ ആ ശിക്ഷകളാൽ അവർ നിലവിളിക്കുന്ന ശബ്ദമാണ് നിങ്ങളിവിടെ കേട്ടത് എന്ന് മദീനയുടെ മണ്ണിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മദീന. സ്വഹാബികളുടെ കൂടെ നബി തങ്ങൾ ഇരിക്കുമ്പോൾ ഒരു ദുർഗന്ധമടിക്കുന്നു. റീഹുൻ നത്നുൻ, ദുർഗന്ധമടിക്കുന്നു. ഇവിടെ എവിടെയും വേസ്റ്റുകളില്ല, ഇന്നത്തെ പോലെ പൊല്യൂഷനില്ല, ഗാർബേജുകളില്ല, വേസ്റ്റുകൾ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന സ്ഥലങ്ങളില്ല. ആ ദുർഗന്ധം വമിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സ്വഹാബികളെ, ഈ ദുർഗന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളെക്കുറിച്ച് അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ ഗീബത്തും നമീമത്തും പറഞ്ഞ് നിങ്ങളുടെ പച്ചയിറച്ചി തിന്നുമ്പോൾ ആ ഗീബത്തിൻ്റെ ദുർഗന്ധമാണ് ഇങ്ങോട്ടടിച്ച് വീശിയത് എന്ന് സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട് ലോകത്തിൻ്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മദീനയുടെ പ്രത്യേകത അത്ഭുതമാണ്. ജബൽ ഉഹുദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹുദ് മല വല്ലാത്തൊരു മലയാണ്. ആ പർവ്വതത്തിന് നമ്മളോട് സ്നേഹമാണ്, നമുക്ക് ഉഹുദിനോടും സ്നേഹമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മലയെ നോക്കി തങ്ങൾ പറയാ, ആ പർവ്വതത്തിന് നമ്മളോട് ഇഷ്ടമാണ്, നമുക്ക് ആ പർവ്വതത്തെയും ഇഷ്ടമാണ്. എന്തൊരു അത്ഭുതമല്ലേ! ഒരു പർവ്വതത്തെ നബി തങ്ങൾ സ്നേഹിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പർവ്വതത്തെ സ്നേഹിച്ചു. ജബൽ ഉഹുദ് മദീനയിൽ ചെന്ന് നോക്കിയാൽ കാണും. അപ്പോൾ അതിന് മുകളിലേക്ക് പോകുന്ന ഒരു ട്രിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ GMC വണ്ടിയിൽ 4 വീലിൽ 35 റിയാൽ കൊടുത്താൽ ഉഹദിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇറക്കിത്തരും. മദീന ശരിക്കും കാണാം. 360 ഡിഗ്രിയിൽ മദീനയെ കാണാൻ കഴിയുന്ന ഒരനുഭവമുണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു മാസമായിട്ടില്ല തുടങ്ങിയിട്ട്. ജബൽ ഉഹുദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ യുദ്ധം നടക്കുമ്പോൾ സ്വഹാബിമാർ ചിന്നിച്ചെതറിയോടിയപ്പോ ഉഹദിന്റെ മലയിലേക്ക്, ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഓടിപ്പോകുമ്പോൾ ഇലാ ഐന യാ അനസ്, അനസ് ഇബ്നു നദറേ, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്?
ആളുകൾ ഇവിടെ നിന്ന് ചിന്നിച്ചിതറി ഓടുകയാണ്. യുദ്ധം പരാജയപ്പെട്ടിരിക്കുകയാണ്. അനസേ, നിങ്ങൾ എങ്ങോട്ടാ അങ്ങോട്ട് ഓടുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് പിന്തിരിഞ്ഞോടുകയാണ് എന്ന് പറയുമ്പോൾ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനയിലാണത്, മദീനയാണത്. മഹാൻ പറഞ്ഞു, ഇന്നി ലഅജിദു റീഹൽ ജന്ന മിൻ സൗബി ഉഹദിൻ. ഉഹദിന്റെ മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ സുഗന്ധം എനിക്ക് വരുന്നുണ്ട്. ഞാൻ സ്വർഗത്തിലേക്ക് ഓടുകയാണ്. ഇതൊക്കെ മദീനയാണ്. ഹബീബാ നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു പറ്റം ആളുകൾ, രോഗമാണ് നബിയെ, രോഗമുണ്ട്, ശരീരത്തിൽ വേദനകളുണ്ട്, മുറിവുകളുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹബീബ് തങ്ങളുടെ പരിശുദ്ധമായ വിരല് അവിടുത്തെ ഉമിനീരിൽ വെച്ച് നനച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണിൽ കൈവച്ചുകൊണ്ട് നബി തങ്ങൾ ആ ഒരൽപ്പം മണ്ണ് ആ രോഗിയുടെ ദേഹത്ത് മുറിവിന്റെ വേദനയുള്ള ഭാഗത്ത് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ, തുർബത്തു അർദിനാ ബിരീഖി ബഅദിനാ യുഷ്ഫാ ബിഹി സഖീമുനാ. അല്ലാഹുവേ, തുർബത്തു അർദിനാ, ഇത് ഞങ്ങളുടെ ഈ മണ്ണിന്റെ, ഈ പരിശുദ്ധമായ ഭൂമിയിലെ മണ്ണാണല്ലാഹ്. അത് ഹബീബിന്റെ മദീനയാണ്. ഈ മദീനയിലെ മണ്ണാണല്ലാ. ഉമിനീര് കൊണ്ട് നനഞ്ഞിരിക്കുന്ന വിരലിൽ പറ്റിപ്പിടിച്ച ഏതാനും ചില മണൽത്തരികള്, ആ മണ്ണിന്റെ അംശങ്ങള്, തുർബത്തു അർദിനാ ബിരീഖി ബഅദിനാ, ഞങ്ങളിൽ ചില ആളുകളുടെ ഉമിനീരാണ് റബ്ബേ ഇത്. ഈ മണ്ണിലെ മണ്ണാണ് ഈ വിരലുള്ളത് റബ്ബേ. യുഷ്ഫാ ബിഹാ സഖീമുനാ, ഞങ്ങളുടെ രോഗികൾക്ക് ഇതുകൊണ്ട് ശിഫ കിട്ടണം പടച്ചവനെ. ആ മണ്ണിന്റെ അംശം തട്ടിയവർക്ക് ശിഫ ലഭിച്ചു എന്ന് പരിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും. ആകാശലോകത്തിന്റെ മലക്കൂത്തുകൾ അള്ളാഹു ഭൂമിയിലേക്ക് തുറന്നു വെച്ചതിൻ്റെ അടയാളങ്ങൾ. ഇതൊക്കെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കിട്ടുമോ? കിട്ടൂല. ഇതൊക്കെ മുഅ്ജിസത്തുകളാണ്. ഇതൊക്കെ വിശ്വസിക്കുമ്പോഴേ മുഅ്മിനാവുള്ളൂ. ഇതൊക്കെ വിശ്വസിക്കുമ്പോഴേ മുസ്ലിമാവുള്ളൂ. ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രമാണങ്ങളെ ശരിക്കും അംഗീകരിക്കുന്നവനാണ് മുഅ്മിൻ. ഇവിടെ പിന്നെ ചോദ്യമല്ല. നമ്മുടെ അഖല് ഖാരിജിയായ അഖലിന്, അതായത് വഹീന് സറണ്ടർ ചെയ്യുന്നത് തന്നെയാണ് ശരീഅത്ത്. അതിന് ഒരു മടിയില്ല നമുക്ക് പറയാൻ. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തിരിയില്ല എന്ന് തിരിയുന്നതൊരറിവാണ്. അൽ അജ്സു അനിൽ ഇദ്റാഖി ഇദ്റാഖു. ഇത് പഠിപ്പിക്കാൻ വന്നവരാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മിഅ്റാജിൻ്റെ ചരിത്രത്തിലേക്കോ അതിൻ്റെ ഡീറ്റെയിൽസുകളിലേക്കോ ഒന്നും പോയിട്ടില്ല. അതൊക്കെ നമ്മളതിൻ്റെ സമയമാകുമ്പോൾ നമ്മുടെ പള്ളിയിലും നമ്മുടെ ഉസ്താദുമാരും വാദ സദസ്സുകളിലൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ്, അല്ലെങ്കിൽ കേൾക്കാനിരിക്കുന്നവരാണ്. ഇതിൽ വലിയൊരു മാനയുണ്ട്. നിങ്ങളുടെ ബുദ്ധിക്ക് പരിധിയുണ്ടെന്നും പരിധിയില്ലാത്ത ലാ മഹ്ദൂദാണ് അല്ലാഹു ജല്ല ജലാലുവെന്നും നമ്മളെ ഒരിക്കലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനിന്റെ മുന്നോടിയായി വരുന്ന ഈ റജബ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. الله رجبിലും ഷഅബാനിലും വരാനിരിക്കുന്ന റമളാനിലും അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. റമളാനിനെ അല്ലാഹു നമ്മിലേക്ക് എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥന നടക്കാൻ പോവുകയാണ്. നമ്മുടെ കുനിയ ഇബ്രാഹിം ഹാജി, നമ്മുടെ ഉമ്പായിച്ച എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്പായിച്ചയുടെ മാതാവ് 3 ദിവസം മുമ്പ് മരണപ്പെട്ടു, വഫാത്തായി. ആസിയ ഹജ്ജുമ്മ എന്ന മഹദി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ഉമ്മാക്ക് അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആ ഖബറിൻ്റെ ഉള്ളകം അള്ളാഹു വെളിച്ചം നൽകട്ടെ. അള്ളാഹു അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമുക്കും മരണമാസന്നമാകുമ്പോൾ ഈമാൻ സലാമത്താക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ ലിഖാ കൊതിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് യാത്രയാകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രാർത്ഥനയ്ക്ക് മുമ്പായി ചില ഉപഹാരങ്ങൾ സമർപ്പിക്കപ്പെടുകയാണ്. ഇവിടെ CM ഉസ്താദ് നഗരി സാക്ഷിയാവുന്നത് വളരെ പ്രധാനപ്പെട്ട ചില ഉപഹാര സമർപ്പണങ്ങൾ. അഭിനന്ദനായ